Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah wassalatu wassalamu ala rasulillah. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma la sahla illa ma ja'altahu sahla wa anta taj'alul hazna idha shi'ta sahla. Screen share ആയിട്ടില്ലല്ലേ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الحمد لله. കഴിഞ്ഞ ദിവസം നമ്മൾ സൂറ ആൽ ഇമ്രാനിലെ 14ാമത്തെ ആയത്താണ് കണ്ടത്. അതിന്റെ സ്റ്റാർട്ടിംഗ് അല്ലേ. ഇന്ന് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് കണ്ടിന്യൂ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് റീസെന്റ് ജോയിൻ ചെയ്ത ആൾക്കാർ, അതായത് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ, അതായത് കഴിഞ്ഞ ടെസ്റ്റിന് ശേഷം ജോയിൻ ചെയ്ത ആൾക്കാരെടുത്ത് നമുക്ക് ഈ ആഴ്ച ഈ സൺഡേ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത 2 ക്ലാസ്സും ഈ ആഴ്ചയിലെ 2 ക്ലാസ്, ഇന്നലത്തെയും ഇന്നത്തെയും ക്ലാസ്, അങ്ങനെ 4 ക്ലാസ്സുകളുടെയും കൂടെയാണ് ടെസ്റ്റ് ഉണ്ടാവുക ഞായറാഴ്ച രാത്രി ഇൻഷാ അല്ലാഹ്. അപ്പം കഴിയുന്നവരൊക്കെയും, പ്രത്യേകിച്ച് പുതിയ ആൾക്കാർ, ഒന്ന് ജസ്റ്റ് ക്ലാസ് കേട്ടിട്ട് പറ്റുമെങ്കിൽ നമ്മൾ സ്റ്റുഡന്റ് നോട്ട് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാറുണ്ട്, അത് വായിച്ചിട്ട് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അത് മാർക്ക് വാങ്ങാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ടാർജറ്റ്, ഇത്രയും സമയത്തിനുള്ളിൽ ക്ലാസ് കേട്ട് തീർക്കണം എന്നൊരു ടാർജറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ആ സമയത്തിനുള്ളിൽ അത് തീർക്കും. അപ്പോൾ അതൊരു കൺസിസ്റ്റൻസിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നാച്ചുറലി നമുക്ക് ഒന്നും അറിയാണ്ട് പോലും ടെസ്റ്റ് എഴുതിയിട്ട് അതിനകത്ത് ഒരു 15ൽ 5 മാർക്ക് കിട്ടിയാൽ പോലും നമുക്ക് ഒരു ഓരോ മനുഷ്യന് ആവശ്യമുള്ള ഒരു പേഴ്സണൽ മോട്ടിവേഷൻ ഉണ്ട് അല്ലെ. എനിക്ക് ഇത്രയും മനസ്സിലായല്ലോ എന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് പിന്നെയും കുറച്ചും കൂടെ മനസ്സിലാക്കാനുള്ള ആ ഒരു സെൽഫ് പുഷും കിട്ടും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ മാർക്കൊന്നും വെച്ച് ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാനൊന്നും പോണില്ല. അതുകൊണ്ട് മാർക്കിന്റെ കാര്യം വിചാരിച്ചാൽ ആരും എഴുതാതിരിക്കരുത്. പുതിയ ആളുകളൊക്കെയും എഴുതാൻ ശ്രമിക്കാം. പിന്നെ ടെസ്റ്റിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ഒരു ചേഞ്ച് വരുന്നത് എന്താന്ന് വെച്ചാല്, അതായത് ഇപ്പൊ നമുക്ക് 3 അതായത് സബ് ഗ്രൂപ്പുകൾ തന്നെ 1 മുതൽ 43 വരെ ഉള്ളതുണ്ട്. ഓക്കെ, അപ്പൊ 1 മുതൽ 43 വരെയുള്ള സബ് ഗ്രൂപ്പുകളുള്ള ആളുകൾ സ്റ്റാർട്ടർ ഗ്രൂപ്പ് ഉണ്ട്. അതായത് പുതിയതായിട്ട് കഴിഞ്ഞ ആഴ്ച മുതൽ ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർ, അവരെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ് സ്റ്റാർട്ടർ ഗ്രൂപ്പ്. പിന്നെ ഒരു ലേസി ഗ്രൂപ്പ് ഉണ്ട്, അതായത് സബ് ഗ്രൂപ്പിൽ കയറിയിട്ട് പല കാരണങ്ങളാൽ കൺസിസ്റ്റന്റ് ആവാൻ പറ്റാത്ത ആൾക്കാർ. ഓക്കെ, ഈ 3 ആളുകൾക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ലിങ്ക് വരും. ഇതുവരെ മെയിൻ ഗ്രൂപ്പിലാണ് ലിങ്ക് ഇട്ടിരുന്നത്, പക്ഷെ നിങ്ങളുടെ അതത് ഗ്രൂപ്പിൽ, അതായത് നിങ്ങൾ ഏത് സബ് ഗ്രൂപ്പിലാണോ ആ സബ് ഗ്രൂപ്പിൽ ലിങ്ക് വരും. സ്റ്റാർട്ടേഴ്സിന് സ്റ്റാർട്ടർ ഗ്രൂപ്പിൽ വരും, ലേസി ഗ്രൂപ്പിൽ ലിങ്ക് വരും. മെയിൻ ഗ്രൂപ്പിൽ ചൊവ്വാഴ്ച രാത്രി ലിങ്ക് ഇടൂല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഞായറാഴ്ച രാത്രി. സമയമൊക്കെ അതേപോലെ തന്നെ, ഞായർ രാത്രി 10 മുതൽ ചൊവ്വ രാവിലെ 6 മണി വരെ. ഓക്കെ, ചെറിയൊരു ഇംഗ്ലീഷിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്തതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ചൊവ്വ രാവിലെ 6 വരെ, ഞായർ രാത്രി 10 മുതൽ ചൊവ്വ രാവിലെ 6 വരെ. എനിക്ക് സമയം അറിയില്ലായിരുന്നു, ബുധൻ വരെയാണ്, ചൊവ്വ വൈകുന്നേരം വരെയാണെന്നൊന്നും ആരും പറയണ്ട. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഓരോ കാര്യത്തിന്, ഓരോരുത്തരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരുത്തരുടെ മെസ്സേജ് കേട്ട് റെസ്പോണ്ട് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ഞായർ രാത്രി 10 മുതൽ ചൊവ്വ രാവിലെ 6 മണി വരെയാണ് ഫോമിന്റെ ലിങ്ക് ഓപ്പൺ ആയിരിക്കുക. അത് ഗ്രൂപ്പുകളിലുള്ളവർക്ക്. ഓക്കെ, സബ് ഗ്രൂപ്പ്, സ്റ്റാർട്ടർ ഗ്രൂപ്പ്, ലേസി ഗ്രൂപ്പ്, എല്ലാവർക്കും അവനവന്റെ ഗ്രൂപ്പ് അറിഞ്ഞിരിക്കണം. സബ് ഗ്രൂപ്പ് 1 മുതൽ 43 വരെ ഉണ്ട്. ഇതിൽ ഏത് ഗ്രൂപ്പിലാണോ നിങ്ങളുള്ളത് അവർക്ക്. ഓക്കെ, ഇനി ടെസ്റ്റ് എഴുതാതിരിക്കാൻ നിങ്ങൾക്ക് മതിയായ ഒരു കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചൊവ്വ രാവിലെ 6 മണിയുടെ മുന്നേ നിങ്ങളെ ലീഡർ നിങ്ങൾ അറിയിച്ചിരിക്കണം. അതിനുശേഷം വരുന്ന എക്സ്ക്യൂസുകൾ കൺസിഡർ ചെയ്യൂല. എന്തിനാ എക്സ്ക്യൂസ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ഗ്രൂപ്പിൽ നിർത്തണോ കളയണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ്ക്യൂസ് ഇല്ലാതെ തുടരുന്ന ആളുകളെ നമ്മളൊരു സമയം കഴിയുമ്പോൾ ഒഴിവാക്കും. സംശയങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം പറയാം കേട്ടോ. ഇൻഷാ അല്ലാഹ് സംശയങ്ങളുള്ളവർ നോട്ട് ചെയ്ത് വെക്കാം. അപ്പം സമയമൊക്കെ അതേപോലെ തന്നെ, ഞായർ രാത്രി മുതൽ ചൊവ്വ രാവിലെ 6 മണി വരെ. സബ് ഗ്രൂപ്പ്, സ്റ്റാർട്ടർ ഗ്രൂപ്പ്, ലേസി ഗ്രൂപ്പ്, ഈ 3 ഗ്രൂപ്പിന് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യും. പുറത്തുള്ള ഒരു ലിങ്ക് എടുത്ത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന് ലിങ്ക് മാത്രമേ നിങ്ങൾ എടുക്കാവൂ. ടെസ്റ്റ് എഴുതാതിരിക്കാൻ കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സബ് ഗ്രൂപ്പ് ലീഡറെ അറിയിക്കുക. അത് അറിയിക്കുന്നത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല, കാരണം ടെസ്റ്റ് എഴുതിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തുടരാൻ വേണ്ടിയിട്ട് ലീഡർ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ടെക്സ്റ്റും എഴുതിയവർക്കാണ് ഓരോ ജൂസിന്റെയും സർട്ടിഫിക്കറ്റ്. ഒന്ന് മിസ്സായവരെ നമ്മൾ അവരുടെ റീസൺ അനുസരിച്ച് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കും. പക്ഷെ അതൊരു
ഹാബിറ്റ് ആക്കി ആരും എടുക്കാൻ വിചാരിക്കണ്ട ഇൻഷാല്ല. ഇനി മെയിൻ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ മെയിൻ ഗ്രൂപ്പിൽ മാത്രമുള്ള ആൾക്കാർ, അതായത് ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പിലും ഇല്ല, ഞാൻ സ്വന്തം നിലയിൽ എക്സാം എഴുതി പോവാണ്, എനിക്ക് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട, ലീഡറിന്റെ പുഷ് വേണ്ട, അങ്ങനെയുള്ള ആളുകളുണ്ട്. മാഷാഅല്ലാഹ് തുടക്കം മുതലേ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് ഇനി മുതൽ ലിങ്ക് മെയിൻ ഗ്രൂപ്പിൽ ചൊവ്വാഴ്ച രാവിലെ കിട്ടുള്ളൂ. ചൊവ്വാഴ്ച രാവിലെ നമ്മൾ ലിങ്ക് പോസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ലിങ്ക് ഓൾവേസ് ഓപ്പൺ ആയിരിക്കും. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ടെസ്റ്റ് എഴുതാം. ഓക്കെ, ചൊവ്വാഴ്ച രാവിലേക്ക് ശേഷം ഈ കഴിഞ്ഞ 2 ആഴ്ചന്റെ എക്സാമുകൾ ഇനി അങ്ങോട്ട് ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പം ആ ഒരു ചെറിയ വ്യത്യാസം, അതായത് നമ്മൾ മെയിൻ ഗ്രൂപ്പിൽ ആദ്യം പോസ്റ്റ് ചെയ്തിരുന്നത് ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നും നിങ്ങളുടെ സൈഡിൽ നിന്നും വരാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞതും സമയങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ. ഇൻഷാല്ലാ ഈ 2 സ്ലൈഡുകളും നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇൻഷാല്ലാ. അപ്പം നമുക്ക് ഇന്നത്തെ ആയത്തിലേക്ക് കടക്കാം. 14-ാമത്തെ ആയത്താണ്. 14-ാമത്തെ ആയത്തിന്റെ റെസിറ്റേഷൻ ഒന്നും കൂടെ കേൾക്കാം ഇൻഷാല്ലാ. അതിന്റെ തഫ്സീറിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇന്നലെ എവിടെ വരെയാ പറഞ്ഞു വെച്ചത്? വൽ ഖൈലിൽ മുസവ്വമ, അല്ലെ? കുതിരകളുടെ കാര്യം പറഞ്ഞു. മുസവ്വമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്നൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വിശദീകരിച്ചു. ഇന്ന് വൽ അൻആം മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ വൽ അൻആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൻആം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രേസിംഗ് ലൈഫ് സ്റ്റോക്ക്, അതായത് മേയുന്ന കന്നുകാലികൾ. ഓക്കെ, അൻആം എന്ന് പറയുന്നത് നഅമിന്റെ പ്ലൂറലാണ്. നഅം എന്ന് പറയുന്ന വാക്ക് ശരിക്കും ഒട്ടകത്തിന് വേണ്ടി, ക്യാമലിന് ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷെ അതിന്റെ പ്ലൂറലായ ബഹുവചനമായ അൻആം ഒട്ടകത്തിന് മാത്രമല്ല, പകരം എല്ലാ മേയുന്ന കന്നുകാലികളെയും അല്ലെങ്കിൽ ഇണക്കിയെടുത്ത ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെ, ഒരു നമ്മളെ ഗാർഹിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വൈൽഡ് അല്ലാത്ത, ഓക്കെ, നാട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇണക്കി എടുത്ത മേയുന്ന കന്നുകാലികൾക്കെല്ലാം എന്താ പറയാ, അൻആം എന്ന് പറയും. നഅം എന്ന് പറയുന്ന ഏകവചനം ഒട്ടകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, എന്നാൽ ഈ അൻആമില് 4 ടൈപ്പ് മൃഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, 4 ടൈപ്പ് മേയുന്ന ഇണക്കിയെടുത്ത കന്നുകാലികൾ. അതിനകത്ത് പന്നികൾ വരില്ല. കാരണം പന്നികൾ നമുക്കറിയാം ഫാമുകളിൽ വളർത്താറുണ്ട്, മേയുന്നതാണ്, അല്ലെ, കന്നുകാലികളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. പക്ഷെ അൻആം എന്ന് പറയുന്ന വാക്കിൽ പന്നികൾ പെടൂല. 4 ടൈപ്പ് ആനിമൽസ് ഏതൊക്കെയാണ്? ഒട്ടകങ്ങള്, കന്നുകാലികൾ, കന്നുകാലികൾ എന്ന് പറയുമ്പോൾ ആ പശുവർഗത്തിൽപ്പെട്ട ഐറ്റംസ്, ആട്, ചെമ്മരിയാട്. ഈ 4 എണ്ണമാണ് അൻആമിൽ പെടുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. ഇനി വേറെ ചിലർ പറയുന്നത് അൻആമില് വൈൽഡ് ആയിട്ടുള്ള, അതായത് വന്യ, നമ്മൾ ഇണക്കിയെടുക്കാത്ത മൃഗങ്ങള്, അതായത് 4 കാലുള്ള വന്യ, വൈൽഡ്, 4 ലെഗ്, ഹൂഫ്ഡ് എന്ന് വെച്ചാൽ കുളമ്പുള്ള, ഹെർബിവോർ, സസ്യബുക്കായ, അതായത് വന്യ, അതായത് ഇണക്കിയെടുക്കാത്ത 4 കാലുള്ള കുളമ്പുള്ള സസ്യബുക്കായ ചില മൃഗങ്ങളും ഇതിനകത്ത് പെടുന്നു എന്ന് പറയുന്നുണ്ട്. വേറെ ചില അഭിപ്രായങ്ങൾ, അതായത് പച്ചക്കറി മാത്രം, ഇലകൾ മാത്രം കഴിക്കുന്ന, അതിന് ഉദാഹരണമാണ് മാൻ. പിന്നെ സ്പെഷ്യൽ മാനുകളുണ്ട്, അല്ലെ, ആന്റിലോപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം, അല്ലെ, ചില പുള്ളിയുള്ള മാനുകൾ, കൊമ്പുള്ള മാന്, കടമാൻ, അങ്ങനെ പലതരം മാനുകളൊക്കെ ഇതിനകത്ത് പെടുന്നതായിട്ട് പറയുന്നുണ്ട്. ഖുർആനിലെ സൂറ മാഇദയില് ഫജസാഉം മസലു മാ ഖതല മിനൻ നഅം എന്ന് പറയുന്നുണ്ട്. അത് ഇഹ്റാമിലായിരിക്കുമ്പോൾ ഹണ്ടിങ്, അല്ലെ, വേട്ടയാടല് പാടില്ല. അപ്പം ഇഹ്റാമിലുള്ള ആള് വേട്ടയാടി കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ട ഒരു അല്ലെങ്കിൽ അതിനൊരു കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ട കാര്യം പറയുന്നിടത്താണ് ഇവിടെ മിനന്നാം എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ മാനും അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ പെട്ടു. വേട്ടയാടുന്ന മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും നാം എന്നുള്ള വാക്കുകൾ വേട്ടയാടപ്പെടുന്ന മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അനാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊതുവെ ഫാമിംഗ് ഒക്കെ ഉള്ള, അല്ലെ, അതായത് ഒരു വലിയ ഫാം ഒക്കെ നടത്തുന്ന ആളുകൾക്കാണ് പൊതുവെ അനാമകളോട്, കാലികളോടും അങ്ങനെയുള്ള ആൾക്ക് ഇതിനോടൊക്കെ ഇഷ്ടം, അല്ലെ. ഇപ്പം നമ്മളിലൊക്കെ മാഷാഅല്ലാഹ് ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും ആടുകളെയും പശുക്കളെയും ഒക്കെ വളർത്താനും, അതിനോടൊരു നാച്ചുറൽ ആയിട്ടുള്ള ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ടാവുമായിരിക്കും, അൽഹംദുലില്ലാഹ്. പക്ഷെ ജനറലി എങ്ങനെയാണ്, ഈ പറഞ്ഞ ടൈപ്പ് ഫാമിംഗ് ഒക്കെ നടക്കുന്ന ആൾക്കാർക്കാണ് അതിനോട് ഇഷ്ടം, അല്ലെ. അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്നത്തെ നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ വളരെ കുറച്ച് ആളുകളുടെ ഒരു ഷഹവയാണ് ഈ പറഞ്ഞ മൃഗങ്ങൾ. അവർക്ക് അങ്ങനെയുള്ളവർക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെ. വീണ്ടും വീണ്ടും അങ്ങനെയുള്ള മൃഗങ്ങൾ വാങ്ങാനും വളർത്താനും അതിനെ സംരക്ഷിക്കാനും, അല്ലെ, അതിനെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് കാണുന്ന ആളുകളിൽ ഇത്ര പശു ഉണ്ട് തൊഴുത്തിൽ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമായിരുന്ന കാലഘട്ടം ഒരു പക്ഷെ നമുക്കൊക്കെയും നമ്മളുടെ പൂർവികന്മാരുടെ ഇടയിലും ഉണ്ടായിരുന്നു.
പിന്നെ വേറെ ചില കൾച്ചേഴ്സിൽ ഈവൻ മാനുകളെയൊക്കെ സ്വന്തം അല്ലെ, സ്വന്തം പോലെ വീട്ടിലൊക്കെ സ്വന്തം പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ഫാമിലൊക്കെ മാനുകളെ ഓൺ ചെയ്യുകയും അതിന് ഭയങ്കര ഒരു സ്റ്റാറ്റസിന്റെ അടയാളമായി കരുതുകയൊക്കെ ചെയ്യുന്ന കൾച്ചറും ഇന്നും വേറെ പല നാടുകളിലും ഉണ്ട് അല്ലെ. അപ്പം അതും എന്താണ്, ഹുബ്ബു ഷഹവാത്താണ്, മനുഷ്യന്മാരുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡിസയേഴ്സിൽ, ഇച്ഛകളിൽ പെട്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അലീബിന് അബി താലിബിനെ ഖൈബറിലേക്ക് അയക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അല്ലെ, അള്ളാഹു ആണ് നിന്നെ എന്താണ്, നിന്നിലൂടെ ഒരാളെങ്കിലും ഹിദായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒക്കെ ഹിദായത്തിലാകാന്നുള്ളത് ഒരുപാട്, ഒരു ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞതും ഒരുപാട് ഹോൾ ലോട്ട് ഓഫ് ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞ ഹദീസുകളും ഉണ്ട്. ഓക്കെ, അത്രയും ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നിനക്ക് ഉത്തമമാണ് ഒരാളെങ്കിലും നിന്നിലൂടെ ഹിദായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ചുവന്ന ഒട്ടകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് എന്താ? അപ്പം ഈ ഒരു കാര്യം നമുക്ക് ഓൾറെഡി ടെംപ്റ്റേഷൻ ഉള്ള, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ആവണം അല്ലെ. നമ്മളുടെ ഹുബ്ബു ഷഹവാത്ത് ആണ് എന്ത്, ഈ പറഞ്ഞ ഒട്ടകം. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാല് പൊതുവെ വളരെ വലിയ വാല്യൂ വേർത്തുള്ള നല്ല നല്ല ബ്രീഡായിട്ടുള്ള മിഡിൽ ഈസ്റ്റിൽ അതിപ്പോഴും അവര് ഗൾഫ് രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വില കൊടുത്ത് സ്റ്റാറ്റസ് സിമ്പിളാക്കി, പ്രസ്റ്റീജിന്റെ സിമ്പിളാക്കി, പാരമ്പര്യത്തിന്റെ സിമ്പിളാക്കി കരുതുന്ന ഒരു സംഭവമാണ് ഈ ചുവന്ന ഒട്ടകം. അപ്പൊ ചുവന്ന ഒട്ടകത്തിനേക്കാൾ ബെറ്റർ ആണ് ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ്, അന്നത്തെ കാലത്ത് ഇന്നും പല സ്ഥലങ്ങളിലും ഈ സംഭവം എന്താണ്, മനുഷ്യന്മാരുടെ ഹുബ്ബു ഷഹവാത്തില് പെട്ടതാണ്. ഓക്കെ, അപ്പം ഹുബ്ബു ഷഹവാത്തിൽ പെട്ടതാണെങ്കിൽ ആ കാര്യം എന്താണ്, ആ മനുഷ്യന് ടെസ്റ്റ് ആണ് അല്ലെ, പരീക്ഷണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. അവൻ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, അവന്റെ കാലികൾ ആമന അല്ലെ, അതെന്തന്നെയാണെങ്കിലും അവന്റെ ആ ഒരു ഓണർഷിപ്പിലുള്ള അവൻ പ്രോസസ് ചെയ്യുന്ന ഈ സംഭവങ്ങളൊക്കെ അവൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ, അതോ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ആ ഒരു സംഭവം, ആ സ്റ്റാറ്റസും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ മുഴുകി പോയിട്ട് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവൻ മറന്നു പോവുകയാണോ, ഇതാണോ അവന്റെ പ്രയോറിറ്റി അല്ലെ, അല്ലെങ്കിൽ വേറെ പലതും ആണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ടെസ്റ്റ് ചെയ്യുകയും കൂടെയാണ് ഈ അൻആം എന്ന് പറയുന്ന ഹുബ്ബു ഷഹവാത്ത് കൊടുക്കുന്നതിലൂടെ. ഇനി വൽ ഹെർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡുകൾ, നിലങ്ങൾ. ഹെർസ് എന്ന് പറയുമ്പോൾ ഹെർസ് എന്നുള്ള വാക്ക് ലാൻഡിന് വേണ്ടിയിട്ട്, അതായത് കൃഷി ഇറക്കിയ ലാൻഡ് അല്ലെങ്കിൽ കൃഷി ഇറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭൂമി. അതേപോലെ വിളവിനും ഹെർസ് എന്ന് പറയും. ഓക്കെ, ആ ഭൂമിക്കും കൃഷി ഇറക്കുന്ന ഭൂമിക്കും പറയും, കൃഷി ഇറക്കിയിട്ട് എടുക്കുന്ന വിളവിനും ക്രോപ്പിനും എന്ത് ഹെർസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇതും ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെ ഇഷ്ടമാണ്, അന്നും ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഒരു പക്ഷെ നമ്മളൊക്കെ വേറൊരു കൾച്ചറിലേക്ക് എത്തിയത് കൊണ്ട് നമ്മളിൽ കുറെ ആളുകൾക്ക് അതിനോട് താല്പര്യം ഇല്ലാണ്ടായിട്ടുണ്ടാവും. എന്നാലും നമ്മളുടെ ഇടയിൽ തന്നെ അത് ഒരുപാട് ലാൻഡും അല്ലെ കൃഷിയും ഉള്ള ആളുകളും അതിനോട് ഇഷ്ടമുള്ള ആളുകളും അതിനെ സ്റ്റാറ്റസ് ആയിട്ട് കാണുന്ന അല്ലെ അഭിമാനമായിട്ട് കാണുന്ന ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. അപ്പം അത് മനുഷ്യന്മാരുടെ ഹുബ്ബു ഷഹവാത്തിൽപ്പെട്ട കാര്യം തന്നെയാണ് അല്ലെ. പലപ്പോഴും നമ്മളൊക്കെ തന്നെയും പറയുമ്പോൾ നമ്മളെ പൂർവികന്മാർ ഒരു വലിയ ജമ്മികളായിരുന്നു അല്ലെ, കുറേ ഭൂ ഉടമകളായിരുന്നു എന്ന് പറയാറുണ്ട്. നമ്മള് ഉപ്പാപ്പന്റെ ഉപ്പാപ്പൊക്കെ അത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. നമ്മളൊന്നും ചിലപ്പം പറയുന്ന നമ്മള് ഈ പറഞ്ഞ ഭൂമികളൊന്നും കണ്ടിട്ടും ഉണ്ടാവില്ല, അവരാ ചെയ്ത കൃഷിന്റെ ABCD നമുക്ക് അറിയേ ഉണ്ടാവില്ല. എന്നാൽ പോലും നമ്മൾ ഭയങ്കര അഭിമാനത്തോടു കൂടി പറയാറുണ്ട് അല്ലെ. പലരും നമ്മളെ ഇടയിൽ തന്നെ പലർക്കും അതങ്ങനെ അങ്ങനെ ഉള്ളതും അതിൽ അഭിമാനം കൊള്ളുന്നവരും ഉണ്ട് അല്ലെ. അപ്പം അതൊരു സ്റ്റേറ്റസ് സിമ്പിൾ ആണ്. ഭയങ്കര ബഹുമാനവും ആദരവും ഒക്കെ ആൾക്കാർക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് എന്ത്, ലാൻഡ് ഓൺ ചെയ്യുക, പ്രോപ്പർട്ടി ഓൺ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഹെർസ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഈ പറഞ്ഞ പോലെ കൃഷിയിടങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഹെർസാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ പോലും പൊതുവെ ആളുകൾക്ക് അല്ലെ സ്വന്തം വീട്, സ്വന്തം പ്രോപ്പർട്ടി, സ്വന്തം സ്ഥലങ്ങള്, സ്വന്തം എസ്റ്റേറ്റ്, സുബ്ഹാനല്ലാഹ്, അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുമാണ്. കൂടുതൽ അല്ലെ, ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് അതിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ് അല്ലെ. ഒരു വീടുണ്ട് പക്ഷെ പോരാ, സൗകര്യങ്ങൾ പോരാ, കുറച്ചും കൂടെ വലുതാക്കണം, അപ്പൊ ഒരു വലിയ വീട് വേണം അല്ലെ. അല്ലെങ്കിൽ ഒരു വീടും അതിനു ചുറ്റും കുറേ സ്ഥലവും, എന്നിട്ട് ആ സ്ഥലത്തൊക്കെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഇഷ്ടങ്ങൾ. ഇനി ബാക്കിൽ കുറെ സ്ഥലം വേണം, മുമ്പിൽ കുറെ സ്ഥലം വേണം, എന്നിട്ട് ആ വീട്ടിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് പ്രോപ്പർട്ടി വീണ്ടും വലുതാക്കുന്ന ആഗ്രഹങ്ങൾ അല്ലെ. അപ്പം ഹെർസ് എന്ന് പറയുമ്പം ഉഴുതുമറിക്കുന്ന അല്ലെങ്കിൽ കൃഷി നിലമാണെങ്കിൽ പോലും ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടീസ്, ലാൻഡ് പ്രോപ്പർട്ടീസും ആളുകളുടെ ഹുബ്ബു ഷഹവാത്തിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്, ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, ഇതെല്ലാം എന്താണ്,
മത്താ ആണ് അല്ലെ, ഈ ലോകത്തിന്റെ മത്താ ആണ്. എന്താണ് മത്താ എന്ന് പറഞ്ഞാല്? എന്തെങ്കിലും ഒരു വസ്തു അത് നമ്മൾ എൻജോയ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഗുണം അനുഭവിക്കുക. ഓക്കെ, അതിനെ ആസ്വദിക്കുക, അല്ലെങ്കിൽ അത് അനുഭവിക്കല, എന്തെങ്കിലും ഒരു സുഖം. ഇപ്പം നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം അനുഭവിക്കുക. അതുപോലെ ഇപ്പൊ കാറാണെങ്കിൽ, ഈവൻ ഒരു ഭർത്താവിന് ഭാര്യയാണെങ്കിലും അതിൽ പല രീതിയിലും അല്ലെ, സുഖം അനുഭവിക്കുന്നതും ഗുണം അനുഭവിക്കുന്നതും എല്ലാം, അങ്ങനെ എല്ലാ തരത്തിലും എന്തെങ്കിലും ആയിട്ടുള്ള ആസ്വദിക്കുക, അനുഭവിക്കുക, ഗുണം കിട്ടുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് മത്താ. ആൻഡ് അത് ഒരു നെസസിറ്റിയാണ്, ആവശ്യമാണ്, പ്ലസ് അത് ടെമ്പററി ആണ്, താൽക്കാലികമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് നമ്മുടെ ആവശ്യങ്ങളിൽ പെട്ടതാണ്. അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന, ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ് ടെമ്പററി ആണ്, താൽക്കാലികമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രയോജനം, ഗുണവും ടെമ്പററി ആണ്, അത് അനുഭവിക്കുന്ന സമയവും ടെമ്പററി ആണ്. അപ്പം ഈ പറഞ്ഞ ഒരു കാര്യവും, നമ്മളെ ഈ ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യവും നമുക്ക് എന്നേക്കുമായിട്ട് ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലേ. ഒരാൾക്കൊരു നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കുതിര ഉണ്ടെന്ന് വെച്ചോ, ആ കുതിര അതിന്റെ സമയം കഴിയുമ്പം അത് ചത്തുപോകും അല്ലെ. അല്ലെങ്കിൽ കുറേ സ്വർണവും വെള്ളിയും ഉണ്ടെന്ന് വെച്ചോ, എത്ര സ്വർണം വെള്ളിയും ഉണ്ടെങ്കിൽ അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റാന്ന് പറയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. അത് അത് എന്താണ്, അത് ഓൺ ചെയ്യുന്ന അത്രയും സമയമേ പറ്റുള്ളൂ. ഈവൻ ഒരാൾക്കിപ്പം 50 സെറ്റ് ഗോൾഡ് ഉണ്ടെന്ന് വെച്ചാൽ, പല ടൈപ്പ് വളകളും കമ്മലും അതും ഇതും, ഈ 50 എണ്ണം കൂടെ ഇട്ടുകൊണ്ട് നടക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? നമുക്ക് ഒരു സമയത്ത് ഒന്നേ ഇടാൻ പറ്റുള്ളൂ അല്ലെ. ചിലർ കുറച്ച് അധികമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് 2, 3 ഒക്കെ ഇടുമായിരിക്കും, അതിൽ അപ്പുറം പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ മതാ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ട് നമുക്ക് ഗുണം അനുഭവിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്, വളരെ ലിമിറ്റഡ് ആണ്. എത്ര ടെമ്പററി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ആ സാധനം, ആ വസ്തു എന്താണോ, അല്ലെങ്കിൽ ആ ക്രിയേഷൻ, അള്ളാഹുവിന്റെ ആ സൃഷ്ടി എന്താണോ അത് നശിക്കുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ നശിക്കുന്നത് വരെ അല്ലെ, ഒന്നെങ്കിൽ നമ്മൾ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്നു പോകുന്നവരെ, അല്ലെങ്കിൽ അത് ഫിനിഷ് ആവുന്നത് വരെയാണ് നമുക്ക് ഈ സംഭവം, ഈ മതാ ഉണ്ടാവുള്ളൂ. ഇവിടെ അള്ളാഹു ഉപയോഗിച്ച വാക്ക് അൽ ഹയാത്തി ദുന്യ അല്ലെ, ഈ ദുന്യാവിലെ ജീവിതം. ദുനിയ എന്നുള്ള വാക്കിന്റെ റൂട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദാൽ നൂൻ വാവ്. ദുനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ലോ ആയിരിക്കാം, വലിയ വാല്യൂ ഒന്നും ഇല്ലാത്ത, വളരെ തുച്ഛമായ വാല്യൂ ഉള്ള സാധനത്തിനാണ് ദുനു എന്ന് പറയുന്നത്. ആഖിറത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദുനിയാവ് വളരെ ലോ ആണ് അല്ലെ, വളരെ താഴ്ന്ന, വാല്യൂ ഇല്ലാത്ത ഒരു സാധനമാണ്. ആൻഡ് ഈ ദുനിയാവിലെ മത എന്ന് പറയുമ്പോഴോ അത് ശരിക്കും നത്തിങ് അല്ലെ. നമ്മള് ഒക്കെ വലിയ സംഭവമാക്കി പറയുന്ന പല കാര്യങ്ങളും ഒരു നിസ്സാരമായിട്ടുള്ള, ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, അതായത് ആഖിറത്തിലെ നമ്മളുടെ എൻജോയ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ലാത്ത കാര്യങ്ങളാണ് ദുനിയാവിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം. ഓക്കെ, എന്നാൽ ഇതാണ് ആളുകൾ അവരുടെ ഒരു മനുഷ്യൻ അവന്റെ ജീവിതം മുഴുവനും ആലോചിച്ച് ബേജാറായി വിഷമിച്ച് തീർക്കുന്നത് ഈ പറഞ്ഞ നിസ്സാരമായിട്ടുള്ള, ലോലി ആയിട്ടുള്ള ദുനിയാവിലെ താഴകളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. സമയം മുഴുവനും ചെലവഴിക്കുന്നത്, എഫേർട്ട് മുഴുവനും ചെലവഴിക്കുന്നത് നേടാനോ അല്ലെങ്കിൽ അതിനെ നിലനിർത്താനോ ആയിരിക്കും അല്ലെ. ഇപ്പം ഏറ്റവും നല്ല ഒരു ഇണയെ കണ്ടുപിടിക്കുക അല്ലെ, ഏറ്റവും നല്ല വൈഫിന്, ഈവൻ ഏറ്റവും നല്ല ഹസ്ബൻഡിന്, ഏറ്റവും ഭംഗിയുള്ള അല്ലെ, ഏറ്റവും തൃപ്തികരമായിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ, ഒരു വൈഫിനെ കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയം, സുബ്ഹാനല്ലാഹ്, അതിനുള്ള എഫേർട്ട്. ഇനി അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ടും ചിന്തയും അല്ലെ. കാരണം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന, ചിലപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുസരണക്കേടിലേക്ക് വരെ പോകുന്ന അല്ലെ, അവരെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സംരക്ഷിക്കാൻ വേണ്ടി, അവരെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെടുക്കുന്ന എഫേർട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തുതന്നെയാണെങ്കിലും അത് നഷ്ടപ്പെട്ടാൽ മനുഷ്യനുണ്ടാകുന്ന വിഷമങ്ങൾ അല്ലെ. അപ്പം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉടനീളം ഇത് തന്നെ തിരിച്ചും മറിച്ചും ചിന്തിച്ചും, ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടും, ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തും തീരുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ. ഈ മതാ ആയിട്ടുള്ള, ദുനൂവായിട്ടുള്ള ദുനിയാവിലെ വില വളരെ തുച്ഛമായ, ആഖിറത്തിനെ കമ്പയർ ചെയ്തുമ്പോൾ വളരെ തുച്ഛമായ കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലെ. അതേപോലെ ഇപ്പം ഞാൻ ആദ്യം നിസാ പറഞ്ഞതുകൊണ്ട് ഇണകളെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. മക്കള് അല്ലെ, സൺസ്, ആൺമക്കളായിക്കോട്ടെ, ഇനി മക്കൾ തന്നെ ആയിക്കോട്ടെ, സമ്പത്ത്, കാറ്, വീട്, പെറ്റ് അല്ലെ, പ്രോപ്പർട്ടി, എന്തെന്നാണെങ്കിലും നമ്മള് ഓരോ മനുഷ്യനും ആ മനുഷ്യന്റെ ലക്ഷ്യം എന്താണ്, ഒരാളെടുത്ത് വെറുതെ മൈക്ക് എടുത്തിട്ട് പോയിട്ട് നിങ്ങളുടെ സ്വപ്നം എന്താ, നിങ്ങളുടെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80% ആളുകൾക്കും പറയാനുള്ളതില്ലേ, എനിക്ക് ഇന്നത് വേണം, ഇന്ന വീട്, ഈ ടൈപ്പ് വീട് വേണം, ആ ടൈപ്പ് ജോലിയിൽ ആ സ്ഥലത്തെത്തണം, ഇത്ര പണം സമ്പാദിക്കണം, എന്റെ കുട്ടികൾ ഇന്ന സ്ഥലത്തെത്തണം, അങ്ങനെ ഇങ്ങനെ അതുപോലെ ഉള്ള സംഭവങ്ങളായിരിക്കും ഓരോരുത്തരും അവരുടെ ജീവിതത്തിന്റെ ഒരു ഓൾമോസ്റ്റ് മെജോറിറ്റി സമയവും അത് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ
അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയില്ലേ, അതിനെ കിട്ടിയ സാധനത്തിനെ മുറുകെ പിടിച്ച് അതിനെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻ കേസ് അത് നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ പേരിൽ വിഷമിച്ചിട്ടായിരിക്കും ഒരാൾ അയാളുടെ ആയുസിന്റെ മെജോറിറ്റി ഭാഗവും തീർക്കുന്നത് അല്ലെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് ഇതൊക്കെ എന്താണ്, ടെമ്പററി ആണ് അല്ലെ, മതാഅണ്, കുറച്ചു കാലത്തേക്കേ നിങ്ങളും ഇവിടെയുള്ളൂ, ഈ പറഞ്ഞ സംഭവങ്ങളും ഇവിടെയുള്ളൂ. ഈ ദുനിയാവിന്റെ എല്ലാ ഡിലൈറ്റ്സും അല്ലെ, എല്ലാ സന്തോഷങ്ങളും എല്ലാ ആസ്വാദനങ്ങളും ഷോർട്ട് ലിവ്ഡ് ആണ്, പെട്ടെന്ന് തീർന്നു പോകും, ടെമ്പററി ആണ് അല്ലെ. വല്ലാഹു ഇൻദഹു, പക്ഷെ അള്ളാഹു അല്ലെ, അവന്റെ കയ്യിൽ, അള്ളാഹു ഇൻദഹു, അവന്റെ കയ്യിൽ എന്താ ഉള്ളത്, അവന്റെ അടുത്ത് എന്താ ഉള്ളത്, ഹുസ്നുൽ മആബ്, ഏറ്റവും നല്ല മടക്കസ്ഥാനം അല്ലെ. ഹുസ്ന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മആബ്, മടക്കസ്ഥാനമാണ് അള്ളാഹ് സുബ്ഹാനഹു തആലയുടെ കയ്യിൽ ഉള്ളത്. മആബ് എന്ന് പറയുമ്പോൾ റൂട്ട് ലെറ്റേഴ്സ് ഹംസ, വാവ്, ബ. ഓക്കെ, മആബിന്റെ റൂട്ട് ഹംസ, വാവ്, ബ. ആബ എന്നുള്ള വാക്ക്, ആബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മടങ്ങാം. മആബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീമിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. നമ്മൾ മീമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറെ വാക്കുകൾ പഠിച്ചിട്ടില്ലേ, മസ്ജിദ്, മഗ്രിബ്, മഷ്രിഖ്. അപ്പം മീമിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആബ ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ സമയം, അപ്പം മടങ്ങുന്ന സ്ഥലം മആബ്, അതല്ലെങ്കിൽ മടങ്ങുന്ന സമയം, ഇത് രണ്ടിനും മആബ് എന്ന് പറയും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഹുസ്നായിട്ടുള്ള പ്ലേസ് ഓഫ് റിട്ടേൺ ആണ് അള്ളാഹിന്റെ അടുത്തുള്ളത്. സുബ്ഹാനല്ലാഹ് അല്ലെ, നിങ്ങൾക്ക് മടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അള്ളാഹിന്റെ അടുത്ത് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ്. അപ്പം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തന്ന ഈ ഓരോ കാര്യങ്ങളും അല്ലെ, അള്ളാഹു നമുക്ക് തന്നത് എന്തിനാ, അവനിലേക്കുള്ള ആ മടക്കത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടി തന്നതാ, ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടി തന്നതല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരാൻ വേണ്ടി കുറച്ചില്ലേ, നമുക്ക് ഏതൊരു യാത്രയ്ക്കും പ്രിപ്പറേഷൻ ആവശ്യമാണ്. ആ പ്രിപ്പറേഷന് നമുക്ക് സാധനങ്ങൾ വേണം അല്ലെ. നമ്മളൊരു ട്രിപ്പ് പോവാണെങ്കിൽ ഡ്രസ്സ് വേണം, പൈസ വേണം, അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ. ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ ഒരു ട്രിപ്പ് വേണമെന്ന് ദിവാസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നടക്കുവോ, ഇല്ല. അപ്പൊ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തേക്ക് മടങ്ങി ചെല്ലണമെങ്കിൽ അതിന് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഒരുക്കണമെങ്കിൽ അതിനാവശ്യമുള്ളതൊക്കെ നമ്മളതിൽ വേണം. അപ്പൊ അത് അള്ളാഹ് തരുന്നതാണ്, അള്ളാഹ് തന്നിട്ടുണ്ട്. നിങ്ങളെ ഞാൻ അങ്ങോട്ട് അയച്ചത് ഇങ്ങോട്ട് വരാനാണ്, ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങാനാണ്. ആ യാത്രക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പം അങ്ങനെ അത് ഉപയോഗിച്ച് ഇങ്ങോട്ട് എത്തുന്ന ആളുകൾക്ക്, അതിനു വേണ്ടി നിന്റെ അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹിന്റെ അടുക്ക് എന്തുണ്ട്, പ്രതിഫലമുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളടുത്ത് നമുക്ക് ഏതെങ്കിലും ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞ പോലെ ഡ്രസ്സും പൈസയും സംഭവങ്ങളൊക്കെ തരാണെങ്കിൽ നമ്മൾ ഡ്രസ്സിന്റെ ഭംഗി കണ്ടിട്ട് എന്ത് അടിപൊളി ഡ്രസ്സാലേ എന്ന് പറഞ്ഞിട്ട് അത് നോക്കി 3 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റുമോ, പറ്റൂല അല്ലെ. നമ്മളപ്പോ എന്താ, ഡ്രസ്സ് എത്ര അടിപൊളിയാണെങ്കിലും നമ്മളത് വേഗം കണ്ട് മടക്കി നമ്മൾ പെട്ടീനകത്തൊക്കെ എടുത്തു വെക്കും, എന്തിനു വേണ്ടിയിട്ട് നാളെ പോവാനുള്ളതാ അല്ലെ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ എല്ലാ താഴിലും സ്റ്റക്കായി നിൽക്കുകയാണ്, അതിന്റെ ഭംഗി അങ്ങോട്ട് ആസ്വദിച്ചിട്ടെ സുഖിച്ച് നമ്മൾ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആനില് സൂറ അൻകബൂത്തില് 64-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, തീർച്ചയായും പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം. അതാ ശരിക്കുള്ള ജീവിതം കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഡ്രസ്സിന്റെ ഭംഗി നോക്കി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ട്രിപ്പ് നമുക്ക് മിസ്സാവും. ശരിക്കുള്ള ജീവിതം അവിടെയാണ്. ഇവിടെ ഹയവാൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഹയവാൻ എന്ന് പറയുമ്പോൾ അത് അതിന്റെ ഒരു ഇന്റൻസീവ് ഫോമാണ്, ഹയാത്ത് ജീവിതത്തിന്റെ. ഓക്കെ, ജസ്റ്റ് നിന്നു പോകുന്ന ഒരു ജീവിതം അല്ല, ജസ്റ്റ് നിന്ന് പോകുന്ന ആസ്വാദനം അല്ല. പക്ഷെ പരലോകത്തെ ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണ്. പരലോകത്തുള്ള സുഖങ്ങൾ എന്ന് പറയുന്നത് നിന്നോണ്ടിരിക്കുന്ന കാര്യം, എറ്റേണൽ ആണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഒരു സൈഡില് ഷഹവാത്ത്, ഈ ദുനിയാവിലെ നമ്മളുടെ അടുപ്പങ്ങളും ഇഷ്ടങ്ങളും ഇച്ഛകളും അല്ലെ. മറ്റേ സൈഡില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഹുസ്നുൽ മആബിൽ, ഏറ്റവും ഭംഗിയുള്ള എന്നേക്ക് നിലനിൽക്കുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവം, അതായത് പരലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ജീവിതം. അത് രണ്ടുമാണ് നമ്മളെ മുമ്പിൽ ഉള്ളത്. ഇവിടെ നമ്മളടുത്ത് ആദ്യം പറഞ്ഞ സ്ത്രീകള്, കുട്ടികള്, കുതിരകള് എല്ലാം എന്താണ്, ഈ ജീവിതത്തില് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ടൂറ് പോകാൻ വേണ്ടിയിട്ട് നമ്മളതിൽ ഡ്രസ്സ് ഇല്ലെങ്കിലും പൈസ ഇല്ലെങ്കിലും നമുക്ക് ടൂറ് പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റൂല അല്ലെ. അപ്പൊ നമുക്കത് ചിന്തിക്കാനുള്ള ഒരു അനുവാദം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ട സാധനങ്ങൾ, നെസസിറ്റീസ്, നമ്മൾ ആവശ്യങ്ങളായിട്ട് അള്ളാഹ് തന്നിട്ടുള്ളതാ ഇതൊക്കെ.
നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ, നാളത്തെ പോക്കിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ചിന്തിക്കുക തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ആവശ്യമാണ്. ഓക്കെ, ഈ പറഞ്ഞ ഓരോ സാധനങ്ങളും ഇവിടെ ജീവിച്ചുകൊണ്ട് നാളത്തേക്ക് പോവാൻ തയ്യാറെടുക്കാൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഷഹവാത്ത്, അതായത് നമ്മൾ നാച്ചുറൽ ഡിസയേഴ്സ് ആക്കിയിട്ടുള്ളത്, അല്ലെ? നമുക്കൊരു ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സാധനം ഇപ്പൊ നമുക്ക് ടൂറ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് തരാന്ന് വെച്ചോ, തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് എടുത്ത് പെട്ടിയിൽ മടക്കി വെക്കാൻ തോന്നുമോ? തോന്നൂല, അല്ലെ? നമ്മൾ അതിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും. പക്ഷെ നമുക്കൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ മടക്കി പെട്ടിയിൽ വെച്ചിട്ട് അത് അവിടെ പോകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പൊ നമുക്കൊരു ഇഷ്ടം അള്ളാഹ് ഇട്ട് തന്നിട്ടുണ്ട് ഈ പറഞ്ഞ എല്ലാ മറ്റാളിലും. ഓക്കെ, അള്ളാഹു ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള, പരലോകത്തേക്കുള്ള യാത്രയ്ക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അള്ളാഹു ഒരു ഇഷ്ടം ഇട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, നാച്ചുറൽ ആയിട്ടുള്ള ഡിസയർ, ഷഹ്വ. ഉദാഹരണത്തിന് ഒരു സ്പോസ്, ഒരു ഇണം, അല്ലെങ്കിൽ കുട്ടികൾ, എല്ലാവർക്കും ഇണകൾ വേണം ജീവിക്കാൻ, കുട്ടികൾ വേണം, സമ്പത്ത് വേണം, അല്ലെ? സമ്പത്താണ് നമ്മളെ ഒരു എന്താണ് എക്കണോമിന്റെ അടിസ്ഥാനം തന്നെ. പൈസ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുക, നമ്മളിങ്ങനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുക, അല്ലെ? അതേപോലെ ഖൈലിൽ മുസവ്വമ, ട്രാൻസ്പോർട്ടേഷൻ, നമുക്കൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ വേണ്ടേ? ശരിക്കും ഇന്നത്തെ കാലത്തൊക്കെ ജീവിക്കണമെങ്കിൽ കാർ ഒരു ആവശ്യം, അത്യാവശ്യമായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെ? അതില്ലാണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒരു ആവശ്യമാണ്. പൈസ വേണ്ടേ? പ്രോപ്പർട്ടി വേണ്ടേ? അസറ്റ് വേണ്ടേ? അല്ലെ? ലാൻഡ് വേണ്ടേ? ഇതൊക്കെ വേണം. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഇതിലൂടെയൊക്കെ നമ്മൾ പൈസ സമ്പാദിക്കണം, എന്നാലേ നമുക്ക് നമ്മളുടെ ആയുഷ്യത്തിലെ ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെന്താ പ്രശ്നം? എന്താ ഇതിനൊക്കെ ഇഷ്ടപ്പെടുന്നതാണോ പ്രശ്നം? അല്ല, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പിക്ചർ നിങ്ങൾ ഇമാജിൻ ചെയ്യാം. നമ്മളൊരു ടൂറ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്. ഓക്കെ, ടൂറ് പോകാൻ നമുക്കൊരു ഡ്രസ്സ് കിട്ടി. പക്ഷെ ഡ്രസ്സിന്റെ ഭംഗി കണ്ട് മതി മറന്നിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നതൊക്കെ മറന്ന് 2 ദിവസം അങ്ങോട്ട് ഇരുന്ന് നമ്മൾ ട്രിപ്പ് മിസ്സാവുന്ന കാര്യം ആലോചിച്ച് നോക്കാം. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഉപയോഗിക്കുക പോലുമില്ല, മാറ്റി വെക്കും, കൊണ്ടുപോകില്ല, അല്ലെ? പക്ഷെ ശരിക്കും നോർമലി എന്താ ചെയ്യേണ്ടത്? നല്ലോണം മടക്കി അതിനവിടെ പെട്ടിയിൽ വെക്കുക, അതായത് പോവാൻ വേണ്ടി അതിനെ ഉപയോഗിക്കുക. അപ്പം ഇതിനോടൊക്കെ ഈ പറഞ്ഞ ഒരു മതായനോടുമുള്ള ഇഷ്ടം റോങ് അല്ല. ഓക്കെ, നമ്മൾ ഈ സംഭവം പറഞ്ഞ അള്ളാഹു പറഞ്ഞ സംഭവങ്ങൾ, ഷഹവാത്തിൽ ലിസ്റ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും നമ്മളെ ദീനിൽ കറാഹത്തായിട്ടുള്ള വെറുക്കപ്പെട്ട കാര്യങ്ങളാണോ? അല്ല, എല്ലാം നമ്മളുടെ ആവശ്യങ്ങളാണ്. പ്രോബ്ലം എവിടെയാന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എക്സസീവ് ആവുന്നത്, അമിതമായി പോണത്, അധികമായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആയി പോണത്. ഓക്കെ, നമ്മളെ ജീവിതത്തിന്റെ, അതായത് ജീവിതത്തിന്റെ മൊത്തത്തിൽ നല്ല ഓരോ ദിവസവും നമ്മൾ എടുത്തു നോക്കുക. ഒരു ദിവസത്തിന്റെ മെജോറിറ്റി പാർട്ടും എന്തിലേക്കാ പോണത് എന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, അതുമായിട്ട് നമ്മൾ ഓക്യുപ്പൈഡ് ആണോ? ഈ പറഞ്ഞ ഹബ്ബു ഷഹവാത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ, അതായത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലിസ്റ്റ് അൺഎൻഡിങ് ആണെന്ന് നമുക്കറിയാലേ, നമ്മളുടെയൊക്കെ ഹബ്ബു ഷഹവാത്തുകളുടെ ലിസ്റ്റ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇത്തരം കാര്യങ്ങളിലാണോ കൂടുതൽ ഓക്യുപ്പൈഡ് ആയിട്ട് ഉള്ളത് നോക്കാം. ആൻഡ് അത് എന്നിട്ടും അങ്ങനെ അതിൽ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടും അത് ഓക്കെ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ ഓക്കെ, അതൊക്കെ വേണ്ട കാര്യങ്ങളല്ലേ, അല്ലേ? നമ്മളെ ഇണകൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, വാഹനത്തിന് വേണ്ടി എന്ത് തന്നെയാണെങ്കിലും ഓക്കെ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെക്കുറിച്ച് അഭിമാനിക്കുക, അതിനെക്കുറിച്ച് പറയുക, അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളല്ലേ? യെസ്, ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം ഉണ്ടല്ലേ, അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അതായത് ഐഹികമായ ഇൻക്രീസിലെ, ഐഹികമായിട്ടുള്ള ഓരോ കാര്യങ്ങളും, ഏറ്റവും നല്ല വീട്, ഏറ്റവും വൃത്തിയുള്ള വീട്, ഏറ്റവും നല്ല മക്കള്, അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുനിയാവിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വർദ്ധിപ്പിക്കലും, അത് എന്തിനാ വേണ്ടിയിട്ടാ? മറ്റുള്ളവരെ മുമ്പിൽ, അല്ലെ, കുറയരുതല്ലോ നമ്മൾ ഒരു കാര്യത്തിലും. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യണം, അല്ലെ? എന്തെന്നാണെങ്കിലും അത് നമ്മളൊക്കെ എടുത്തു പറയണെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മളെ ഈ പറഞ്ഞ അൽഹാഖ് മുത്തകാസുർ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഐഹികമായിട്ടുള്ള പെരുമ നടിക്കൽ, അത് നിങ്ങളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പലതിൽ നിന്നും അശ്രദ്ധരാക്കിയിട്ടുണ്ട്. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ശവക്കുഴികൾ സന്ദർശിക്കും വരെ. അതുവരെ നമ്മൾ ഇതിനകത്തൊക്കെ മറന്നിട്ട് അങ്ങ് മുഴുകി പോവുകയാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മളടുത്ത് എന്തെങ്കിലും ഒന്നുണ്ടാവും, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ വേണം, കുറച്ചും കൂടെ വേണം, അല്ലെ? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആസ്വദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടുന്നുണ്ടാവും, പക്ഷെ അതൊന്നും കൂടെ, അല്ലെ, അതിന്റെ കുറച്ചും കൂടെ അടുത്ത ലെവൽ. അപ്പം ഇതിനകത്ത് നമ്മൾ എക്സസീവ് ആയിട്ട്, അമിതമായിട്ട് മുഴുകി പോയാല് അത് പ്രശ്നമാവും. ഇതെല്ലാം ആവശ്യങ്ങളാണ്, ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്.
ഇതിനോടുള്ള ഇഷ്ടമെല്ലാം നമ്മളെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ട് തന്നതാണ്. ഇതിനോടൊക്കെ ചായ്വുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇട്ടിട്ടുള്ളതാണ്. ഇതിനൊക്കെ നമുക്ക് അള്ളാഹ് തന്നെ ഭംഗിയാക്കി തന്നിട്ടുള്ളതാണ്. അപ്പം ഇതിനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. പക്ഷെ ഓവറായിട്ട് ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് പ്രശ്നം. ഒരു സൈഡില് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റാണ്, എല്ലാം ടെസ്റ്റാണ് അല്ലെ. ഒരു സൈഡിൽ ആവശ്യമാണെങ്കിൽ മറ്റേ സൈഡിൽ അത് ടെസ്റ്റാണ്. നമ്മൾ എന്താ ചെയ്യാ? ഇതിനൊക്കെ ഉപയോഗിച്ച് അള്ളാനെ മറന്നു പോവാണോ? നമ്മളങ്ങനെ അള്ളാനെ മറക്കുന്ന ആൾക്കാരൊന്നല്ല അല്ലെ. നമ്മൾ സുന്നത്തും ഫർളും ഒക്കെ കറക്റ്റ് ആയിട്ട് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അത് മാത്രമാണോ നമ്മളെ ദീൻ? അത് മാത്രമാണോ നമ്മളെ ദീൻ? ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യണം അല്ലെ, എവിടം വരെ നമ്മൾ പോകണം എന്നുള്ളത്. അപ്പം ഇതൊക്കെ അള്ളാഹു തന്നത് കൊണ്ട് അതിനൊക്കെ ഉപയോഗിച്ച് നമ്മൾ അള്ളാനെ മറക്കുകയാണോ? നമ്മളോട് തന്നെ ചോദിക്കാം. ഒരു സൈഡിൽ ഇതൊക്കെ ടെസ്റ്റ് ആണെങ്കിൽ മറ്റേ സൈഡിലുണ്ടല്ലോ ഇതെല്ലാം എന്താണ്? അവസരങ്ങളാണ്. ഇതെല്ലാം ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോകാൻ വേണ്ടി നമുക്ക് ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഒരു അവസരമാണ് അല്ലെ. നമുക്കത് മടക്കി ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ട്രിപ്പിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്, യൂട്ടിലിറ്റിയാണ് അല്ലെ. നമുക്ക് നല്ലൊരു സോപ്പിന്റെ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് സോപ്പൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പം ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കാനുള്ള അവസരങ്ങളും കൂടിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും അധികം വേണ്ട അല്ലെ, ഒന്നും അധികം വേണ്ടാന്ന് അങ്ങോട്ട് വെച്ചേക്കാം. സുബ്ഹാനല്ലാഹ്. നമുക്ക് ആ ലെസണിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അതായത് നമുക്ക് ഒരു നല്ല കാർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നന്നായി ഫങ്ഷൻ ചെയ്യുന്ന, റോഡിന്റെ നടുവിൽ നിന്ന് പോവാത്ത, തള്ളി നീക്കേണ്ടി വരാത്ത, ഓക്കെ, പല കാര്യങ്ങളും മാനുവൽ ആയിട്ട് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ കുറേ ദൂരം യാത്ര ചെയ്താലും ക്ഷീണിക്കാതെ യാത്ര ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നാലും നമ്മളെ പണികൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന, ഫോൺ കയ്യിലെടുക്കാതെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, ഇനി അങ്ങനെ സാധ്യതകൾ ഇൻഫിനിറ്റി ആണ് അല്ലെ കാറുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാറിലിരുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും ഓർക്കുന്നത്? അള്ളാന്റെ അനുഗ്രഹം അല്ലെ. സുബ്ഹാനല്ലാഹ്. യെസ്, ഒരു സൈഡില് ഇത് ടെസ്റ്റാണ്. ഇതിനു വേണ്ടിയിട്ട് എന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കാന്ന് പറയുമ്പോൾ ആ പരീക്ഷണത്തിൽ ഞാൻ തോറ്റുപോകും. എന്നാൽ ഇപ്പുറത്തെ സൈഡില് ഇത് ഉപയോഗിച്ച് എനിക്ക് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാനുള്ള അവസരം ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്കൊരു നല്ല ഇണയല്ല ഉള്ളതെന്നുണ്ടെങ്കിൽ, നമുക്കൊരു നല്ല വാഹനം ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് താമസിക്കാൻ ഒരു നല്ല വീടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് മക്കളില്ല അല്ലെങ്കിൽ മക്കൾ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ശുക്ർ ചെയ്യല്ലേ? യെസ്, നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ശുക്ർ ചെയ്യാൻ. പക്ഷെ ഈ കാര്യങ്ങൾ ശരിക്കും ഓരോരുത്തരുടെ ജീവിതത്തിലും വളരെ ഒബ്വിയസ് ആണ് അല്ലെ. ഓരോരുത്തരെയും ഹാപ്പി ആക്കി നിർത്തുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ കോമ്പിനേഷൻ ആണ്. എല്ലാം ഇല്ലെങ്കിൽ അല്ലെ, ചിലർക്ക് ഏതെങ്കിലും ഒന്ന് മിസ്സാവും, രണ്ടും മിസ്സാവും, ചിലർക്ക് എല്ലാം ഉണ്ടാവും, ചിലർക്ക് എല്ലാം അധികം ഉണ്ടാവും, ചിലർക്ക് പലതും ഉണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞ ഓരോന്നും നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിൽ നമ്മളെ ഹാപ്പി ആക്കി നിർത്തുന്ന അല്ലെ, നമ്മളെ ബാലൻസ്ഡ് ആക്കി നിർത്തുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തരുടെ ജീവിതത്തിലും വളരെ ഒബ്വിയസ് ആയിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ പലപ്പോഴും അല്ലെ കണ്ണിന്റെ കാഴ്ചയും ചെവിന്റെ കേൾവിയും വയറ് മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യുന്നതിനൊക്കെ നന്ദി കാണിക്കാൻ മറക്കുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ പറഞ്ഞ ഓരോന്നുണ്ടല്ലോ, അള്ളാഹു തന്ന ഇണയാകുന്ന അനുഗ്രഹം, മക്കളാകുന്ന അനുഗ്രഹം, സമ്പത്താകുന്ന അനുഗ്രഹം, ഭക്ഷണമാകുന്ന അനുഗ്രഹം, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം, സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഉണ്ടാവുമ്പോൾ, അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അതൊക്കെ വേണ്ട രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കാൻ ഒരു അവസരം തരികയാണ് അല്ലെ. അതുവഴിയും അള്ളാഹിന്റെ തൃപ്തി നേടാൻ പറ്റണം. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഇതെല്ലാം നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട്, അള്ളാഹിന്റെ അജറ് നേടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പരലോകത്ത് നമ്മുടെ ദർജ ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലെ. അത് പക്ഷെ നമ്മൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യും. എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഓരോ മതാ കൊണ്ടും ചെയ്യുന്നത്, എന്താ ഞാൻ ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ അതിനകത്ത് ഒരുപാട് അങ്ങോട്ട് ഇൻവോൾവ് ആയിട്ട് അള്ളാഹിനെ മറന്നു പോവാണോ? അള്ളാഹ് എനിക്ക് തരുന്ന ഉത്തരവാദിത്തങ്ങൾ മറന്നു പോവാണോ? അത് ഞാൻ ഈ കാര്യങ്ങൾ എക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഈ പറഞ്ഞ ഓരോന്നും, അത് കാറായിക്കോട്ടെ, വീടായിക്കോട്ടെ, സ്വത്തായിക്കോട്ടെ, ഇണയായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എന്താണെങ്കിലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടതിന്റെ പേരിലുള്ള ഗ്രീഫ്, വിഷമത്തിന്റെ പേരിൽ ഞാൻ അത്രയും സമയം അതിനു വേണ്ടിയിട്ട് ചിന്തയും എഫേർട്ടും ടൈമും ഒക്കെ അതിനു വേണ്ടിയിട്ട് കളഞ്ഞിട്ട് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ മറന്നു പോവാണോ? അല്ലേ, ഞാൻ എക്സ്ട്രീമിലേക്ക് പോകുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് അല്ലെ, അത് നഷ്ടപ്പെട്ടേക്കുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും അള്ളാഹിനോടുള്ള ഡിസൊബീഡിയൻസിൽ, ഇപ്പൊ
എല്ലാത്തിലും അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ, വീടിന്റെ കാര്യത്തിലും കാറിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് അത്തരം ഉദാഹരണങ്ങളുണ്ട് അല്ലേ. അത് വേണമെന്നുള്ള അതിയായ ആഗ്രഹം കാരണം അള്ളാഹ് ഹറാമാക്കിയ വഴികളിലൂടെ അത് സമ്പാദിക്കുന്നത്. സ്വത്തിന്റെ കാര്യത്തിൽ അതുപോലെ നിലനിർത്തണം എന്നുള്ള അതിയായ ആഗ്രഹം മൂലം അല്ലെ, മക്കളാണെങ്കിലും ഇണകളാണെങ്കിലും അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നത്. നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ അവരെ നഷ്ടപ്പെട്ടേക്കുമോ എന്നുള്ള ഭയം അല്ലെ. അപ്പം നമ്മൾ ആ തരത്തിലാണോ ഇതിനൊക്കെ കാണുന്നത്, ഉപയോഗിക്കുന്നത്, അനുഭവിക്കുന്നത്, നിലനിർത്തുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. അതൊക്കെ നമുക്കൊരു ടെസ്റ്റ് ആണ് അല്ലെ. നമുക്ക് അള്ളാഹ്ക്ക് നന്ദി കാണിക്കാനുള്ള ഒരു ചാൻസും കൂടിയാണ്. നമ്മൾക്ക് പരലോകത്ത് നമ്മുടെ ദറജ ഉയർത്താനുള്ള ഒരു അവസരം കൂടിയാണ്. സുബ്ഹാനല്ലാഹ്. സ്ത്രീകളെ സംബന്ധിച്ച് അല്ലെ, ഫസ്റ്റ് ആയത്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ പറയുന്നു പുരുഷന്മാർക്ക് ഏറ്റവും വലിയ ഫിത്നയാണ് സ്ത്രീകൾ. അതേസമയം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിലെ അദ്ദുന്യാ മതാഉൻ, ഈ ദുനിയാവ് എന്ന് പറയുന്നത് അല്ലെ ഒരു നൈമിഷികമായ താൽക്കാലികമായിട്ടുള്ള ആസ്വാദനമാണ്. വഖൈറു മതാഇദ് ദുനിയാ അല്ലെ, ഈ ദുനിയാവിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിലൈറ്റ് എന്താണ്? അൽ മർഅതു സ്വാലിഹ, അല്ലെ, സ്വാലിഹത്തായ ഒരു ഭാര്യയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു സ്വാലിഹത്തായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അവൾ എന്താ ചെയ്യാ? അവളെ നോക്കുമ്പോ തന്നെ ഭർത്താവിന് സന്തോഷം അല്ലെ. അവള് സംസാരിക്കുമ്പോൾ കംഫർട്ട് കിട്ടും. അവൾ ദീനില് സഹചാരിയായിരിക്കും അല്ലെ, കൂടെ ഓരോ നല്ല അമലുകൾ ചെയ്യാനും അവള് കൂടെ ഉണ്ടാവും. അപ്പം ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സെക്ഷൽ പ്ലഷറിന് വേണ്ടി ഉള്ളതിനപ്പുറത്തേക്ക് എല്ലാ രീതിയിലും എനിക്കൊരു കമ്പാനിയൻ ആയിട്ട് അല്ലെ, എനിക്കൊരു സുഹൃത്തായിട്ട്, എന്റെ ദീനിൽ എന്റെ പരലോകത്തേക്കുള്ള പ്രിപ്പറേഷനിൽ എനിക്കൊരു കൂട്ടാളി ആകുമ്പം അത് വലിയൊരു ബ്ലെസ്സിങ് അല്ലേ. സുബ്ഹാനല്ലാഹ് അല്ലെ. അത് അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കാനുള്ള വലിയൊരു അവസരമല്ലേ. അപ്പം ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഡിസയർ ആണ്, ഇഷ്ടം തന്നെയാണ് നമ്മളുടെ. ഓക്കെ, പക്ഷേ അതെല്ലാം നമുക്ക് അള്ളാഹ്ക്ക് നന്ദി കാണിക്കാനും അതുപയോഗിച്ച് നന്മകൾ ചെയ്യാനും അതുവഴി പരലോകത്ത് ദറജകൾ ഉയർത്താനും അവസരങ്ങൾ തരുന്നുണ്ട് അല്ലെ. ഇനി ബനീന്റെ കാര്യത്തില്, ആൺമക്കളുടെ കാര്യത്തില് അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തില് അതും ഷഹവയാണ്. ആൾക്കാർക്കൊക്കെ കുട്ടികൾ വേണം അല്ലെ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. കുട്ടികളില്ലാതെ ജീവിക്കാനും ബുദ്ധിമുട്ട്. ഇല്ലാത്തവർക്ക് അതിന്റെ പ്രയാസം അറിയാം അല്ലെ. അപ്പം ഒരു കുട്ടി ഉണ്ടാവുകയും അതിനെ പ്രോപ്പറായിട്ട് പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത് അതിന് നല്ലത് പഠിപ്പിച്ചു കൊടുത്ത് ദീൻ പഠിപ്പിച്ചു കൊടുത്ത് ഒരു സ്വാലിഹ അല്ലെങ്കിൽ ഒരു സ്വാലിഹത്തായ മോനോ മോളോ ആയിട്ട് വളർന്ന് ഈ ഉമ്മയോ വാപ്പയോ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഉമ്മക്കും വാപ്പക്കും വേണ്ടി ദുആ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രയോജനപ്രദമല്ലേ അല്ലേ. അപ്പം കുട്ടികൾ ഉണ്ടാവുക അല്ലെങ്കിൽ കുട്ടികളോട് ഇഷ്ടം ഉണ്ടാവാന്നൊന്നും പറയുന്നത് തെറ്റാന്നല്ല പറയുന്നത്. നമ്മൾ ദീനിൽ ഇതൊന്നും ഹറാമെന്നല്ല പറയുന്നത്, കറാഹത്താന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഈ അനുഗ്രഹങ്ങളൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. നമ്മുടെ ആഖിറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആയിട്ട് അല്ലെ, ടൂൾസ് ആയിട്ട് യൂസ് ചെയ്യണം. അല്ലാതെ ഈ ലോലി ആയിട്ടുള്ള അല്ലെ താഴ്ന്ന ദുനിയാവിന്റെ ടെമ്പററി ആയിട്ടുള്ള എൻജോയ്മെന്റിന് വേണ്ടി ആവരുത്. ഇനി ഇതിനും വലിയ എന്തൊരു അടി കിട്ടാനാ നമ്മളൊക്കെ തലക്കില്ലേ. നമ്മളൊക്കെ വിചാരം നമ്മൾ ഇനിയും കുറേ കാലം ജീവിച്ചിരിക്കും, എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്യും. ഇപ്പൊ തൽക്കാലം എന്റെ ജീവിതം, എന്റെ കുട്ടികൾ, എന്റെ കാര്യം ഞാൻ നോക്കട്ടെ എന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഈ ജീവിതം എപ്പോ വേണമെങ്കിലും അവസാനിക്കും കേട്ടോ. എപ്പോ വേണമെങ്കിലും അവസാനിക്കും. ഈ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമോന്ന് ഉറപ്പൊന്നുമില്ല. കാരണം കുഴഞ്ഞു വീണ് മരിക്കലൊക്കെ വളരെ കോമൺ ആയി മാറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അപ്പം നമ്മൾ ശരിക്കും ചിന്തിക്കണം അല്ലെ. ഇതൊന്നും നമുക്ക് ദുനിയാവിൽ എൻജോയ് ചെയ്ത് ഇവിടെ തന്നെ സുഖിച്ചിരിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതല്ല, ആഖിറത്തിലേക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. ആ ട്രിപ്പിന് പ്ലാൻ ചെയ്യാൻ, പാക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. ടൂൾസ് ആണ് ആഖിറത്തിന് വേണ്ടിയിട്ട്. അതുപോലെ പണം, വൽഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ അല്ലെ. ഒരാൾക്ക് ഒരുപാട് സ്വർണം വെള്ളി ഉണ്ടെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യണം അയാള്? സക്കാത്ത് കൊടുക്കണം അല്ലെ. അതില്ലെങ്കിൽ, ഈ പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ സക്കാത്തിലൂടെയുള്ള പ്രതിഫലം കിട്ടുമോ? ഇല്ല. സക്കാത്തിന് പ്രതിഫലം ഇല്ലേ? ഉറപ്പായിട്ടും അല്ലെ. അപ്പം പൈസ ഉണ്ടാവുക എന്ന് പറയുന്നത് മോശമൊന്നും അല്ല കേട്ടോ. പക്ഷെ ആ ഉണ്ടായ പൈസ അല്ലെങ്കിൽ ഉണ്ടാക്കിയ പൈസ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ഹലാലായ വഴികളിലൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ അത് ചെലവഴിക്കുകയാണെങ്കിൽ അതിനകത്ത് ഭയങ്കര പ്രതിഫലം. ശരിക്കും അള്ളാന്റെ വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് സമ്പത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്ങിൽ പെട്ടതാണ്. നമ്മൾ സ്പെൻഡിങ്ങിനെ കുറിച്ച് അല്ലെ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് നമ്മൾ പറഞ്ഞു.
രാവും പകലും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് ഒരുപാട് പ്രതിഫലമാണ് അല്ലെ. അതിന്റെ പ്രതിഫലം കണക്കില്ലാത്തതാണെന്ന് നമ്മൾ പറഞ്ഞു. പണം ഇല്ലെങ്കിൽ നമുക്ക് ചെലവഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. എങ്ങനെയാ ചെലവഴിക്കുക? അപ്പൊ എങ്ങനെയാ അതിന് പ്രതിഫലം കിട്ടുക? ഇല്ല. ആ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സമ്പാദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സമ്പാദിച്ചൂടെ? സമ്പാദിക്കാം. ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം. ചെലവഴിക്കണം അള്ളാന്റെ മാർഗത്തിലല്ലേ. അപ്പം ആ സമ്പാദിച്ചതും ഉണ്ടാക്കിയതും ഒക്കെ എന്താണ്? പ്രതിഫലത്തിനുള്ളതാണ്, ദറജ ഉയർത്താനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഒരാൾക്ക് അയാളുടെ 2 എൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അയാളുടെ അത്യാവശ്യ ദൈനംദിന ആവശ്യങ്ങൾ പോലും നിറവേറാൻ, അല്ലെങ്കിൽ അയാളുടെ നോർമൽ ആവശ്യങ്ങൾ പോലും നിറവേറാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യന്റെയും നേച്ചറിന്റെ കുറെ ആവശ്യങ്ങളുണ്ട് അല്ലെ. ഭക്ഷണം, താമസം, സേഫ്റ്റി, ഭക്ഷണം, ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലും ഒരാൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും അയാളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓട്ടം ഇതിനു വേണ്ടിയായിരിക്കും അല്ലെ. ഇത് കഴിഞ്ഞാലല്ലേ അയാൾക്ക് അടുത്ത പേർപ്പസിലേക്ക് അല്ലെ, ഹയർ പേർപ്പസിന് വേണ്ടിയിട്ട്, അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനു വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ടും സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അയാളുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമുണ്ടോ? ഇല്ല അല്ലെ. ഉണ്ടെങ്കിൽ അത് ഒരുപാട് പ്രതിഫലം നേടാനുള്ള അവസരങ്ങൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻപിൽ ഒരുക്കി. ഈ ഓരോ കാര്യത്തിലും ഉണ്ടല്ലോ അള്ളാഹു കുറേ വഴികൾ തുറന്നു വെച്ചിട്ടുണ്ട് പ്രതിഫലത്തിന് വേണ്ടിയിട്ടുള്ള. ഓരോ ഫീൽഡിലും ഓരോ ഏരിയയിലും അത് ഉപയോഗിച്ച് അള്ളാഹിന്റെ പ്രതിഫലം നേടാൻ വേണ്ടി അള്ളാഹു ഇഷ്ടം പോലെ ഓപ്പണിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓരോ ഹദീസുകൾ നമ്മൾ കാണുമ്പോൾ അല്ലെ, ഓരോ ആയത്തുകൾ കാണുമ്പോൾ എന്തെല്ലാം അവസരങ്ങളാണ് അവിടെ. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഒരു ഹദീസിനകത്ത് 3 തരത്തിലുള്ള കുതിരകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഹദീസിന്റെ മുഴുവൻ എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടിയത്ര ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. മുഴുവൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ ഷെയർ ചെയ്യാം, നോട്ട്സിന്റെ കൂടെ. അപ്പം 3 തരത്തിലുള്ള കുതിരകൾ. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ കാർ, നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിലുള്ള കാറുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ചിന്തിക്കാം. കാരണം നമുക്കിപ്പോൾ കുതിരകളെ കുറിച്ച് ഇമാജിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അല്ലെ. അപ്പം 3 തരത്തിലുണ്ട്. ഒന്നാമത്തെ ഒരു തരം, അത് അതിന്റെ ഓണർക്ക്, ആ കുതിരയുടെ മുതലാളിക്ക് വിസ്ർ ആയിട്ടുള്ളതാണ്, അതായത് ഭാരമായിട്ടുള്ളതായിരിക്കും. ഓക്കെ, അതായത് അതിനെ ടേക്ക് കെയർ ചെയ്യുന്ന, അതിനെ ഓൺ ചെയ്യുന്ന മുതലാളിക്ക് ഈ കുതിര ഒരു ഭാരം. ഇങ്ങനെയാണ്. എന്തുകൊണ്ടാ? അത് കുതിരനെ എന്തിനാ ഉപയോഗിക്കുന്നത്? ഷോ ഓഫിന് വേണ്ടിയിട്ട് അല്ലെ, അഹങ്കാരത്തിന്, നാലാളെ കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ അത് കാണിച്ച് ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ എന്റെ കുതിരനെ കണ്ടില്ലേ അല്ലെ, കുതിര അവിടെ വിട്ടേക്ക്, നമുക്ക് കാറ് പറയാം. എന്റെ കാറ് കണ്ടില്ലേ, അടിപൊളിയാ, നോക്ക്. ഇത് മാത്രമല്ല, എന്റെ അടുത്ത് ഇതുപോലത്തെ വേറെ ഒന്നും കൂടെ ഉണ്ട് അല്ലെ. നിങ്ങൾ അതിന്റെ ഉള്ളിൽ എന്താ, നിങ്ങളുടെ അടുത്തൊന്നും ഇതില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ. സുബ്ഹാനല്ലാഹ്. ഇത് കുറച്ചു കൊല്ലം പഴക്കമുള്ളതൊന്നല്ല, പുതിയതാണ്. ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് ഒന്നും വാങ്ങിയില്ല, പുതിയത് ഷോപ്പിൽ കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിയതാണ് അല്ലെ. നമുക്ക് ഒരു വര പോലും ഇതിന്റെ മുകളില്ല. കളർ നോക്ക്, ഇത് ദുനിയാവിൽ വേറൊരാൾക്കും കിട്ടാത്ത കളറാ. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ഉള്ളിലെ സീറ്റിന്റെ ലെതർ കണ്ടില്ലേ, നമ്പർ പ്ലേറ്റ് കണ്ടില്ലേ, എന്തിനു വേണ്ടിയിട്ടാ ഉപയോഗിക്കുന്നത്? ഷോ ഓഫിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാറാണെങ്കിൽ, കുതിരയാണെങ്കിൽ, അത് ആ മുതലാളിക്ക് എന്താണ്, അതിനുവേണ്ടി ആ ട്രാൻസ്പോർട്ടേഷന്റെ മീൻസ് ആ മുതലാളിക്ക് എന്താണ്? ഭാരമാണ്. എന്തിന്റെ ഭാരം? തിന്മ അല്ലെ, സിൻ. എങ്ങനെയാണ് തിന്മ? നാച്ചുറലി പരലോകത്തെ ശിക്ഷ തന്നെയാണ്. അഹങ്കാരത്തിന് വേണ്ടിയിട്ടും അല്ലെ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അഹങ്കാരം എന്ന് പറയുമ്പം അത് ഞാൻ ഉണ്ടാക്കിയതാന്നുള്ളതിലേക്കും കൂടെ വരും അല്ലെ, അള്ളാഹ്ക്ക് ഒരു ഷെയർ കൊടുക്കാത്ത ഒരവസ്ഥയിലേക്ക്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ദുനിയാവിലും അയാൾക്ക് അതൊരു ഭാര. എങ്ങനെയാ? ഈ പറഞ്ഞ സംഭവം ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അയാൾക്ക് ഒരുപാട് സമയവും എഫേർട്ടും ചിന്തയും അതിനു വേണ്ടി ഇടണം അല്ലെ. ഈ പറഞ്ഞ സാധനം ഓൺ ചെയ്യണമെങ്കിൽ, അതിനു വേണ്ടി പൈസ ഉണ്ടാക്കണമെങ്കിലും അയാൾ കുറെ കഷ്ടപ്പെടണം അല്ലെ. ചിലപ്പം അത് ഹലാലായ മീൻസിലൂടെ ആയിക്കൊള്ളണമെന്നില്ല, അള്ളാഹു അനുവദിച്ച വഴികളിലൂടെ ആയിക്കൊള്ളണമെന്നില്ല അത് വാങ്ങിയത്. അപ്പം അയാൾക്ക് ഈ ടൈപ്പ് കുതിര അയാളുടെ മേലെ എന്താണ്? ഭാരമാണ്, വിസ്റാണ്, തിന്മയാണ്. ഒരുപാട് അതിന്റെ മേലെ എക്സസീവ് ആവുമ്പോൾ അല്ലെ, അതിന്റെ ഓരോ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് വലിയ എന്താണ് ലെൻസ് ഒക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ എന്നാ ഇപ്പൊ തന്നെ അതിനെ വർക്ക്ഷോപ്പ് കയറ്റണം, അല്ല മഴ പെയ്തോ, ഉള്ളിൽ മണ്ണായോ, ഇപ്പൊ തന്നെ കൊണ്ടുപോയി വാഷ് ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണെങ്കിൽ അത് ആ മുതലാളിന്റെ മേലൊരു വിതറാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് കുതിര എന്ന് പറയുന്നത് സത്ര, അതായത് അതൊരു പ്രൊട്ടക്ഷൻ ആണ്, ഷീൽഡാണ്. സംരക്ഷിക്കും അതിന്റെ മുതലാളിയെ. എങ്ങനെ? അവന് അള്ളാഹുവിന്റെ, അതായത് ഈ കുതിരയുടെ ബാക്ക്, പുറവും അതിന്റെ കഴുത്തും അതിന്റെ കാര്യത്തിൽ അവൻ അള്ളാഹുവിന്റെ ഹക്ക് മറക്കുന്നില്ല എന്നാണ് ഹദീസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ആളുകൾക്ക് പ്രയോജനമുള്ള രീതിയിൽ അതിനെ ഉപയോഗിക്കാം.
ഓക്കെ. ഇപ്പൊ ഒരാള് എന്തെങ്കിലും അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അയാളെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വണ്ടി ഉപയോഗിക്കുക. അതുപോലെ വേറൊരാൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം, അയാളൊന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം, അയാൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലോ, എന്റെ കാറിന്റെ ബാക്ക് സീറ്റിൽ അവരും കുട്ടികളും എല്ലാം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കാറ് നാറും. അങ്ങനെ ചിന്തിക്കുന്നില്ല. ഓക്കെ. എവിടെ വേണമെങ്കിലും ആര് വേണമെങ്കിലും ഇരുന്നോട്ട്, ആർക്ക് വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. അല്ലോ, കുട്ടികളൊക്കെ കയറിയിട്ട് ഫുള്ള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിനകത്ത് ഇടും, അതുകൊണ്ട് എന്റെ വണ്ടി ആർക്കും കൊടുക്കണ്ട, അങ്ങനെ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും അതിന്റെ സൈഡിൽ കൂടെ പോയിട്ട് അവരെ കയ്യിൽ എന്തെങ്കിലും മെറ്റലിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതുകൊണ്ട് വണ്ടീന്റെ മുകളിൽ വര വീഴും, അതുകൊണ്ട് എവിടെയും കൊണ്ടുപോകണ്ട, അതിനെ ഒളിപ്പിച്ചു വെക്കട്ടെ, അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് മറ്റുള്ളവർക്ക് അല്ലെ, അത് അള്ളാഹ് തന്നതാണ്. അപ്പൊ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ ഉപയോഗിക്കുക. അള്ളാഹ്ക്കുള്ള ഹക്ക് അതിന് ആ കാര്യത്തിൽ നിറവേറുമ്പോൾ ഇത്തരത്തിലുള്ള കുതിരകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മീൻസ് കാറുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ അയാൾക്ക് എന്താവും, ഷീൽഡ് ആവും അല്ലെ, പ്രൊട്ടക്ഷൻ ആവും, ശരിയായ രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെ, ആവശ്യങ്ങള്, സ്വന്തം ആവശ്യങ്ങളും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും നിറവേറാൻ വേണ്ടിയിട്ടാണ്. പരലോകത്ത് അയാൾക്കൊരു പ്രൊട്ടക്ഷൻ ആവും. ഇനി മൂന്നാമത്തെ ടൈപ്പ്, അത് ആ കുതിരകള് ഈ മുതലാളിക്ക് എന്താണ്, അജിറാണ്, പ്രതിഫലാണ് യൗമൽ ഖിയാമയില്. എങ്ങനെ? കാരണം അത് ഫീ സബീലില്ലാഹ് ആണ് ആ കുതിരയെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ കാറിനെ ഉപയോഗിക്കുന്നത്. അയാൾക്ക് ആ കാർ ഉള്ളതേ എന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാ. പൊതുവെ കുതിരകൾ എന്തിനാ ഉപയോഗിക്കുന്നത്? യുദ്ധത്തിന് വേണ്ടിയില്ല, ജിഹാദ് ഫീ സബീലില്ലാഹ്. അപ്പൊ ആ കുതിരനെ ശരിക്കും ഒരു കുതിരനെ നോക്കാന്ന് പറഞ്ഞാല് നമ്മൾ കാറ് പാർക്കിങ്ങിൽ നിർത്തി എടുക്കുന്നത് പോലെയല്ല അല്ലെ. അതിനെ കുളിപ്പിക്കണം, അതിന് ഭക്ഷണം കൊടുക്കണം, അതിന്റെ വേസ്റ്റുകളൊക്കെ മാനേജ് ചെയ്യണം, അതിന് നടത്താൻ കൊണ്ടുപോകണം, അതിനെ ട്രെയിൻ ചെയ്യിക്കണം അല്ലെ. കുറെ എഫേർട്ട് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഓരോ സമയത്തും ഈ കുതിര കഴിക്കുമ്പം, ഈ കുതിര മേയുമ്പം, ഈ കുതിര ഈവൻ അതിന്റെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ, മൂത്രമായിട്ടും മലമായിട്ടും പുറത്തേക്ക് വരുമ്പം, ഇതൊക്കെയും എന്താണ്? ഇയാൾക്കുള്ള പ്രതിഫലം. കാരണം അയാൾ ഈ കുതിരനെ എന്തിനാ ഉപയോഗിക്കുന്നത്? ജിഹാദ് ഫീ സബീലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ കുതിരക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതൊക്കെയും പ്രതിഫലാർഹമാണ്. ആ കുതിര എടുക്കുന്ന ഓരോ സ്റ്റെപ്പും, ഓരോ ടേണും, ഓരോ തുള്ളി മൂത്രം പോലും അയാൾക്ക് എന്താണ്? പ്രതിഫലാർഹമാണ് അതിനകത്ത്. സുബ്ഹാനല്ലാഹ്. ഈവൻ ആ ഓരോ കാലടിയും, ആ കുതിര എടുക്കുന്ന ഓരോ കാലടിയും ഈ ആൾക്ക് പ്രതിഫലമായിട്ട് കണക്കാക്കുന്ന, ഞാൻ പറഞ്ഞ ഒരു വലിയ ഹദീസാണ്, ഞാൻ കിട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. അതിനകത്ത് പറഞ്ഞിട്ട് ഓരോ കാലടി പോലും അയാൾക്ക് പ്രതിഫലമാണ്. കാരണം അത് മുഴുവനും അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഒരാൾക്ക് ഒരു കാർ ഉണ്ടാവും അല്ലെ, അത് ഷോ ഓഫിന് വേണ്ടി ഉപയോഗിക്കാം. വേറൊരു കാറ് ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി, അയാളുടെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി വേറൊന്ന് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, അള്ളാഹിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാം അല്ലെ. പള്ളിയിൽ പോവാന്, വരാന്, മക്കളെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്, ഭാര്യയ്ക്ക് ഖുർആൻ പഠിക്കാൻ പോവാന്, ഇനി ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട്, ദഅവ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഓരോ പ്രാവശ്യവും അജറുകൾ രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരാള് പറയാ, വൽ ഖൈലിൽ മുസവ്വമ അല്ലെ, അത് ഹുബ്ബു ഷഹവാത്താണ്, എനിക്ക് വേണ്ട, അതൊക്കെ ഹുബ്ബു ഷഹവാത്താണ്, എനിക്ക് വേണ്ട, എനിക്ക് കാറൊന്നും വേണ്ട. ഓക്കെ, കാറ് വാങ്ങാനൊക്കെ കഴിവുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ജീവിതം ജീവിച്ചാൽ മതി. അതൊക്കെ അള്ളാഹു കരുതി വെച്ചിട്ടുള്ള ആ പ്രതിഫലം കിട്ടുവോ? ഇല്ല അല്ലെ. ഞാൻ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ജീവിതത്തിൽ തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമിട്ട് തന്നില്ലേ, ഹുബ്ബു ഷഹവാത്ത്, അതിനകത്ത് ഇഷ്ടങ്ങൾ, ആ ഷഹവാത്തുകളൊക്കെ ഇഷ്ടമിട്ട് തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഒരുപാട് ഓപ്പണിംഗ് ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് അള്ളാഹിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം നേടാനുള്ള. നമ്മളൊക്കെ വീട്ടിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഓണർഷിപ്പിലുള്ള ഓരോ സാധനം ഉപയോഗിച്ചിട്ടും ശരിക്കും അള്ളാഹിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം നേടാനുള്ള ഒരുപാട് അവസരങ്ങൾ സുബ്ഹാനല്ലാഹ് ഉണ്ട് അല്ലെ. അപ്പം അതൊക്കെ ത്യജിക്കുക എന്ന് പറയുന്നതാണോ അതിലെ ശരി? അല്ല. അതൊക്കെ ഉപയോഗിച്ച് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുക, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ ഹുബ്ബു ഷഹവാത്താണ്. പക്ഷെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്, പ്രതിഫലം നേടാൻ വേണ്ടിയിട്ട്, പരലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതില് നമ്മളിപ്പോ പറഞ്ഞ മൂന്നാമത്തെ കുതിര ഉണ്ടല്ലോ, ജിഹാദിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്തെ ജിഹാദ് എന്ന് പറയുമ്പോൾ, ഇന്നത്തെ കാലത്തെ ജിഹാദ് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ആളുകളിലേക്ക് ദീൻ ശരിയായ രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അല്ലെ. മുസ്ലിംസ് ആയിക്കോട്ടെ അമുസ്ലിംസ് ആയിക്കോട്ടെ, സുബ്ഹാനല്ലാഹ്, ദീൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. സൂറത്ത് തൗബയില് 122 ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ. സത്യവിശ്വാസികൾ ആകമാനം യുദ്ധത്തിന് പുറപ്പെടാത്തതല്ല.
അതായത് എല്ലാ വിശ്വാസികളും യുദ്ധത്തിന് പോകണ്ട. അതായത് യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ വിശ്വാസികളും യുദ്ധത്തിന് പോകേണ്ടതില്ല. എന്തുകൊണ്ടാ? ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വാഇഫത്തുൻ ലിയതഫഖറു ഫിദ്ദീൻ. എന്നാൽ അവരിലെ ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ സംഘം പുറപ്പെട്ടു പോയിക്കൂടെ, അല്ലെ? ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരു ഗ്രൂപ്പിന് പുറപ്പെട്ടു പോവാ എങ്കിൽ ബാക്കിയുള്ളവർക്ക് മതകാര്യങ്ങളിൽ ജ്ഞാനം നേടുവാനും. സുബ്ഹാനല്ലാഹ്. യുദ്ധം നടക്കുമ്പോൾ പോലും ഈ പറഞ്ഞ സമയം അതിന് ഈക്വലന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. തങ്ങളുടെ ആളുകൾ, അതായത് യുദ്ധരംഗത്ത് നിന്ന് അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് താക്കീത് നൽകാനും കഴിയുമല്ലോ, അവർ സൂക്ഷ്മത പാലിച്ചേക്കാം. അപ്പൊ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ജിഹാദാണ് ജ്ഞാനം നേടലും, അല്ലെ, അത് കൊടുക്കലും. അപ്പൊ ഓരോ ഗ്രൂപ്പിലും ഒരു സെപ്പറേറ്റ് ഡിവിഷൻ ഉണ്ടായിരിക്കണം, അള്ളാഹിന്റെ ദീൻ മനസ്സിലാക്കുന്നവർ. ലിയതഫഖഹു ഫിദ്ദീൻ. ഓരോ കമ്മ്യൂണിറ്റിയിലും, അല്ലെ, അവരുടെ ജീവിതം തന്നെ, അവരുടെ ജീവിതം, അവരുടെ സമയം, അവരുടെ എഫേർട്ട്, അവരുടെ സമ്പത്ത് ദീൻ പഠിക്കാനും അത് സ്പ്രെഡ് ചെയ്യാനും വേണ്ടി മാറ്റിവെച്ച ആൾക്കാര് ഉണ്ടാവണം. അപ്പം ആ ആൾക്കാർ, അന്നത്തെ കാലത്ത് അവർ കുതിരകളെ ഫീ സബീലില്ല ജിഹാദിനാണ് യൂസ് ചെയ്തതെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മളുടെ പൈസ, നമ്മളുടെ പണം, അല്ല നമ്മളുടെ കാറ്, നമ്മൾ അതുപോലെയുള്ള മറ്റു സൗകര്യങ്ങള് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ദീൻ പഠിപ്പിക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഫീ സബീലില്ല. അപ്പം ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് പരലോകം നേടാം, അല്ലെ? ഇനി അൻആമിന്റെ കാര്യം, ഹർസിന്റെ കാര്യം, ശരിക്കും അതൊക്കെ എന്താണ്? അസറ്റുകൾ, അല്ലെ? വലിയ വലിയ വാല്യൂ ഉള്ള അസറ്റുകളാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. അതിനും സക്കാത്ത് ഉണ്ട്, അല്ലെ? അൻആമുകൾക്ക് സക്കാത്ത് ഉണ്ട്, അല്ലെ? അത് കാലികളൊക്കെ ഓൺ ചെയ്യുന്ന ആളുകൾക്കും സക്കാത്ത് ഉണ്ട്, പ്രതിഫലം നേടാനുള്ള വഴിയാണ്. അതേപോലെ പ്രോപ്പർട്ടീസിനും, നോർമൽ പ്രോപ്പർട്ടീസിനാണെങ്കിൽ വിൽക്കുമ്പോഴും അല്ലാത്തപ്പോഴും, അതായത് അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് അതിന് സക്കാത്തുണ്ട്. ഇനി ഹാർവസ്റ്റ് ചെയ്യുന്ന, അതായത് കൃഷി വിളവെടുപ്പ് നടക്കുന്ന പ്രോപ്പർട്ടീസിനാണെങ്കിൽ അവിടെ ഉഷ്ർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അതും പേ ചെയ്യണം, അത് ഇസ്ലാമികമാണ്. ഇനി ഇതിനൊക്കെ പുറമെ ഇതിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ പൈസകൾക്കൊക്കെയും സദഖയും കൊടുക്കാൻ പറ്റും, ഒരുപാടുണ്ടെങ്കിൽ, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിന്റെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ആഖിറത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്, അല്ലാതെ അതിനകത്ത് അങ്ങോട്ട് മുഴുകി പോയിട്ട്, അല്ലെ, ഇരിക്കാനുള്ളതല്ല. എല്ലാം നമ്മൾ മോഡറേഷനിൽ ഉപയോഗിക്കണം, എക്സ്ട്രീം ആയി പോവരുത്. നമ്മളുടെ ദീന് ഒരിക്കലും നമ്മളടുത്ത് താരിഖു ദുനിയ എന്ന് പറയുന്നില്ല. അതായത് നിങ്ങൾ ദുനിയാവിനെ കംപ്ലീറ്റ് അങ്ങോട്ട് ഒഴിവാക്കില്ലേ. സന്യാസം നമ്മളെ ദീനിലില്ല. നിങ്ങൾ വിവാഹം ചെയ്യില്ല, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾ സമ്പാദിക്കാൻ പാടില്ല, നിങ്ങൾക്ക് വാഹനങ്ങൾ ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾക്ക് കുതിരകൾ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയൊന്നും പറയുന്നത്, ഇതൊന്നും നമ്മളെ ദീൻ പറയുന്നില്ല, അല്ലെ? നമ്മള് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇതൊക്കെ ഉള്ളപ്പോഴും അതിനകത്ത് ഗെറ്റ് ലോസ്റ്റ് ആയി പോവാതിരിക്കുക, അതിനകത്ത് മുഴുകിയിട്ട് ആഹ്റം മറന്നു പോവാതിരിക്കുക. ആഹ്റം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഉപയോഗിക്കാം. അപ്പം ഓരോ മനുഷ്യനും ഉള്ളത് ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോ വിഭവങ്ങൾ ഉള്ളത്, അല്ലെ? എല്ലാവർക്കും ഒരേപോലെ ആവില്ല, ഒരേ പ്രൊപ്പോർഷനിലാവില്ല, ഒരേ ഐറ്റംസ് ആവില്ല, ഓരോരുത്തർക്കും ഓരോന്നാണുള്ളത്. അൽഹംദുലില്ലാഹ്, അത് അള്ളാഹിന്റെ ഹിക്മത്താണ്. ഓരോരുത്തരുടെ ജീവിതത്തിലും തന്നിട്ടുള്ളതും തരാത്തതും അത് അള്ളാഹിന്റെ ഹിക്മത്താണ്. ഇല്ലാത്തതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം, ദുആ ചെയ്യാം. തന്നിട്ടുള്ളതിനെ ഏറ്റവും ഭംഗിയായിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നഷ്ടപ്പെട്ടതിന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, ക്ഷമ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതെല്ലാം എന്താണ്? മത്താ ആണ് ദുനിയാവില്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം ഇതുകൊണ്ട്, ഇതിൽ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അത് നമ്മളെ തീരുമാനമാണ്. ഇവിടെ തന്നെ എൻജോയ് ചെയ്ത് രീതിയിൽ ഉപയോഗിക്കണോ, അതോ പരലോകത്തേക്ക് വേണ്ടി ഉപയോഗിക്കണോ? നമ്മളുണ്ടല്ലോ മുസ്ലിംസ് എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് അള്ളാഹ് പറഞ്ഞത് അതേപോലെ അനുസരിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളെ ഉത്തരവാദിത്വം. അതായത് അള്ളാഹിനെ അനുസരിക്കുക, ഇബാദത്ത് ചെയ്യുക, നിസ്കരിക്കുക, നോമ്പ് വെക്കുക, ഖുർആൻ ഓതുക, ഹലാല് ചെയ്യുക, ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക, അത് മാത്രമല്ല, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതാണ് ബേസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിനേക്കാൾ, അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഉത്തരവാദിത്വം നമ്മളെ മേലുണ്ട്, അല്ലെ? ഒരു ഉമ്മത്ത് എന്നുള്ള ഉത്തരവാദിത്വം നമ്മളെ ഉമ്മത്തൻ വസതൻ ആക്കിയിട്ടുണ്ട്, അല്ലെ? നമ്മളുടെ ഈ ഒരു മെസ്സേജ് നമ്മളെ ഖലീഫ ആക്കിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഒരു മെസ്സേജ് ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ളത്. അപ്പൊ അത് പറയുമ്പോൾ നമുക്കൊക്കെ കാരണങ്ങളാണല്ലേ, അല്ലോ നിന്റെ കാര്യം അങ്ങനെ ഒന്നല്ല, എനിക്കത് കഴിയൂല, അല്ലെ? എന്റെ കംഫർട്ട്, എന്റെ വീട്, എന്റെ കുട്ടികള്, എന്റെ കാറ്, എന്റെ ഇത്, എന്റെ അത്. സുബ്ഹാനല്ലാഹ്. എല്ലാത്തിനും തുടക്കത്തിൽ പ്രയാസം തന്നെ. പ്രയാസം നേരിടുമ്പോഴാണ് അത് ജിഹാദ് ആവുന്നത്. ആർക്കും ഇതാ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഇനി നീ ജിഹാദിന് ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് ആർക്കും കൊടുത്തിട്ടില്ല.
എല്ലാവരും പല പ്രയാസങ്ങളെയും തരണം ചെയ്ത് ജിഹാദ് തുടങ്ങുമ്പോൾ അള്ളാഹു ഇങ്ങനെ വഴികൾ തുറന്നു കൊടുക്കുക ചെയ്യുക. അവരുടെ മനസ്സിന് വിശാലത കൊടുക്കുക ചെയ്യുക. അവരുടെ ജീവിതത്തിലെ വിഭവങ്ങൾക്ക് വിശാലത കൊടുക്കുക, സൗകര്യങ്ങൾക്ക് വിശാലത കൊടുക്കുക ചെയ്യുക. അപ്പൊ നമ്മളെ മുമ്പിൽ എത്തുന്ന ഏറ്റവും ചെറിയ ചാൻസിന് നമ്മൾ എങ്ങനെ ചാടി പിടിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ അടുത്തടുത്ത ചാൻസസ് വരാം. ഏറ്റവും ചെറിയ ചാൻസിൽ നിന്ന് നമ്മൾ എങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു നമ്മളെ ഞെരുക്കി കളയും. ഈ പറഞ്ഞ മത്താകൾ കൊണ്ടുള്ള പ്രയാസങ്ങളാൽ നമ്മളെ ഞെരുക്കി കളയും. ഇണകൾ കൊണ്ടുള്ള പ്രയാസങ്ങളാൽ, മക്കൾ കൊണ്ടുള്ള പ്രയാസങ്ങളാൽ, ഈ സമ്പത്ത് കൊണ്ടുള്ള പ്രയാസങ്ങളാൽ, ആരോഗ്യം അള്ളാഹു ഞെരുക്കി കളയും. ഒരിക്കലും നമുക്ക് ആ ജിഹാദിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ. ആരും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സിറ്റുവേഷനും സെറ്റ് ചെയ്തിട്ട് അള്ളാഹ് നിനക്ക് ജിഹാദ് ചെയ്യാം, നിന്റെ സാഹചര്യങ്ങളൊക്കെ ജിഹാദിന് ഫേവറബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഇറക്കിയതല്ല അള്ളാഹ് ആരെയും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ദീനിന് വേണ്ടിയിട്ട് സമയം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അയച്ചതിന്റെ ഉദ്ദേശം നമ്മൾ മറന്നു പോവാണ്. നമ്മുടെ ലക്ഷ്യം നമ്മൾ ഇഗ്നോർ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമുക്ക് അള്ളാഹ് തന്ന എന്തിനാണെന്നറിയോ? ദീൻ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ ലൈഫിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാ. സുബ്ഹാനല്ലാഹ് അല്ലേ? നമ്മളെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടറ്റവും കൂട്ടി മുട്ടുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അതിന്റെ പിന്നാലെ ഓടാനേ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് പിന്നെ ദീന്റെ പ്രചരണവും മറ്റു കാര്യങ്ങളും നമ്മുടെ തലയിൽ ഉണ്ടാവുള്ളൂ. അള്ളാഹു ഇതുപോലെ ഓരോ സൗകര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു എളുപ്പാക്കി തരാണ്. ദീനിനെ നീ സെർവ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമ്മള് അതിൽ എൻജോയ് ചെയ്ത് അതിനകത്തൊക്കെ മറന്ന് നമ്മൾ ഉദ്ദേശം മറന്ന് ജീവിക്കുകയാണല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു ആയത്ത് കേട്ടപ്പം അദ്ദേഹത്തിന്റെ റിയാക്ഷൻ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നാ ലാ നസ്തതിഉ ഇല്ലാ അൻ നഫ്റഹ ബിമാ സയ്യൻതഹു ലനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ ഉൻഫിഖഹു ഫീ ഹഖ്ഖിഹി. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് അല്ലെ ഇതിനോടൊക്കെയുള്ള ഇഷ്ടം ഞങ്ങളിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് സന്തോഷിക്കല്ലാതെ വേറെ വഴിയില്ല. കാരണം നീ ഇഷ്ടപ്പെടുത്തിയതാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൊക്കെ സന്തോഷം തന്നെയാണ്. ഓക്കെ, ഈ അട്രാക്ഷൻ അല്ലെ സുയിന ലിന്നാസ്, നീ മനുഷ്യന്മാർക്ക് ഭംഗിയുള്ളതാക്കിയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനോട് ഇഷ്ടവും സന്തോഷവും ഉണ്ടാവല്ലാതെ വേറെ രക്ഷയില്ല. പക്ഷേ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്ത്? നിനക്ക് അല്ലെ ഇതെങ്ങനെയാണോ ഇതിനെ സ്പെൻഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഈ നീ തന്ന ഓരോ ഇഷ്ടങ്ങളും അല്ലെ അതിന്റെ ഹക്കോടുകൂടി ചെലവഴിക്കേണ്ടത് എങ്ങനെയാണെന്ന്, അതിനെങ്ങനെ യൂസ് ചെയ്യണോ അതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹിക്മത്തിന് വേണ്ടിയിട്ട് ചോദിക്കാണ്. ഇതിന്റെയൊക്കെ ഹക്ക് എന്താണ്? ഈ പറഞ്ഞ ഓരോ മതാന്റെയും ഹക്ക് എന്താണ്? ഹലാലായ രീതിയിൽ അള്ളാന്റെ ദീനിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അള്ളാന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. റളിയല്ലാഹു അൻഹു ഖലീഫ ആയപ്പം സുബ്ഹാനല്ലാഹ് അദ്ദേഹം ദീനിന് വേണ്ടിയിട്ട് അല്ലെ എല്ലാം സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. എല്ലാ ലക്ഷറീസും ദീനിന് വേണ്ടിയിട്ട് അല്ലെ, മുസ്ലിംസിന് എങ്ങനെ പ്രയോജനം ഉണ്ടാക്കാം, ദീനിനെ എങ്ങനെ വളർത്താം എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് ഇതെല്ലാം കൊടുത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അത്രയും നല്ല രീതിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസ്ലിം എംപയർ, ഇസ്ലാമിക സാമ്രാജ്യങ്ങൾ വളർന്നിട്ടുണ്ടായിരുന്നു. കുറെ ആളുകൾ മുസ്ലിങ്ങളായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയണം, ഈ സാധനങ്ങളൊക്കെ അള്ളാഹ് എനിക്ക് തന്നു അല്ലെ, അതിനോടൊക്കെയുള്ള ഇഷ്ടം വളരെ നാച്ചുറൽ ആണ് അല്ലെ, എനിക്ക് അതിനോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ട് ഞാനിങ്ങനെ ഇരുന്ന് അതൊക്കെ ഉപയോഗിച്ച് എൻജോയ് ചെയ്യുക, അതൊക്കെ വളരെ നാച്ചുറൽ ആണല്ലോ, ഷഹവാത്തുകളാണല്ലോ അല്ലെ, അതൊക്കെ ആവശ്യങ്ങളാണല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഫോക്കസ് മുഴുവൻ ആ പ്ലഷറുകളിലാണ്, ആ എൻജോയ്മെന്റിലായിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് അങ്ങനെ ഇസ്ലാമിക സാമ്രാജ്യം വളരുമായിരുന്നു. അത്രയും ആളുകൾക്ക് ദീനിലേക്ക് വരാൻ പറ്റുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇതന്നെ വേറെ ഒരു റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹം ലാ നസ്തതിഉ ഇല്ലാ അൻ നുഹിബ്ബ മാ സയ്യൻത ലനാ. സെയിം, നീ ഞങ്ങൾക്ക് ഇതെന്താണ് ആക്കിയില്ലേ, സയ്യൻത ലനാ, ഞങ്ങൾക്ക് ഇത് അട്രാക്റ്റീവ് ആക്കി, അതുകൊണ്ട് ഇതിനെ ഇഷ്ടപ്പെടല്ലാതെ ഞങ്ങൾക്ക് വേറെ രക്ഷയില്ല അല്ലെ. അന്നുഹിബ, ഞങ്ങൾക്ക് ഇതിനെ ഇഷ്ടപ്പെടല്ലാതെ വേറെ രക്ഷയില്ല. ഫഖിനി ഷർറഹു, അതുകൊണ്ട് അതിന്റെ ഷർറിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്ക്. വർസുഖ്നി അൻ ഉൻഫിഖഹു ഫീ ഹുബ്ബിക്, എന്നിട്ട് അതിന്റെ നിന്റെ തൃപ്തിക്ക് വേണ്ടി, നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത് നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി താ. സുബ്ഹാനല്ലാഹ്. അതിനു വേണ്ടിയിട്ടുള്ള തൗഫീഖ് നീ താ. അപ്പം ഈ ഇഷ്ടങ്ങളൊക്കെയും അൽഹംദുലില്ലാഹ് നാച്ചുറൽ ആണ്. ഇതിനോടൊക്കെയുള്ള അട്രാക്ഷൻ നാച്ചുറൽ ആണ്. ഇതിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. ഓക്കെ, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്ന നിമിഷം മുതൽ നമ്മളെ ടെസ്റ്റ് തുടങ്ങായി. ആ ഇഷ്ടം നമ്മൾ അധികരിക്കുന്തോറും, അതിനോടുള്ള അറ്റാച്ച്മെന്റ് നമുക്ക് കൂടുന്തോറും നമ്മുടെ ടെസ്റ്റുകൾ മുറുകിക്കൊണ്ടേയിരിക്കും.
സുബ്ഹാനല്ലാഹ് അല്ലെ. ഒരുപക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ മുമ്പ് പല സിറ്റുവേഷനിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ ജീവിതത്തിന്റെ ഉള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ടെസ്റ്റ് നമ്മുടെ അറ്റാച്ച്മെന്റിനനുസരിച്ച്. നമ്മൾ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന എന്തിനോടാണോ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറ്റവും കൂടുതൽ വരിഞ്ഞു മുറുക, നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്തിന്? ഇത് നിനക്ക് ഇവിടെ സുഖിക്കാൻ വേണ്ടി തന്നതല്ല, ഇത് നിനക്ക് ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടി തന്നതല്ല, എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നതല്ല, ഇത് ഉപയോഗിച്ച് അള്ളാഹിന്റെ തൃപ്തി നേടാൻ വേണ്ടി തന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഗെറ്റ് ലോസ്റ്റ് ആവണോ അതോ അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗിക്കണോ? അള്ളാഹ് പറഞ്ഞ വഴികളിലൂടെ ഉപയോഗിക്കണോ? ആലോചിക്കാം. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ മുഴുകി പോയാൽ എന്തിലാണെങ്കിലും, ഓക്കെ, ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോന്നാണ് അല്ലെ, അത് സ്വത്താവാം, കുട്ടികളാവാം, കുടുംബങ്ങളാവാം, എന്തും ഒക്കെ, എന്തിലെങ്കിലും നമ്മൾ മുഴുകി പോയാൽ പിന്നെ അതിനൊരു അവസാനം ഉണ്ടാവില്ല. ഇതിലിങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കെട്ടുപടഞ്ഞതുപോലെ ഒന്ന് കഴിഞ്ഞു അതിൽ നിന്ന് പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല കേട്ടോ. ദുന്യാവി പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനേ കഴിയില്ല. അള്ളാഹ് ഇങ്ങനെ നമ്മളെ ചുഴറ്റി അതിനകത്ത് ഇട്ടേക്കും. സുബ്ഹാനല്ലാഹ്. പണ്ടൊക്കെ ഒരു ചെറിയൊരു കുടുംബവും അല്ലെ, അല്ലെങ്കിൽ ഒരു കുടുംബവും ഒരു വീടും ഉണ്ടെങ്കിൽ തന്നെ പണ്ടൊക്കെ എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഇപ്പം ഒരു വീടൊന്നും പോരാ അല്ലെ, ഒന്നിൽ കൂടുതൽ വീടുകൾ, ആ സിറ്റിയിൽ വീട്, ഈ സിറ്റിയിൽ വീട്, അവിടെ വീട്, ഇവിടെ വീട്, 4 കാറ്, ഗാഡ്ജറ്റ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ജീവിതം മുഴുവനും ഇതിന്റെ പിന്നാലെ. ഇതെന്തിനാ? ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്തിനാ? ദുനിയാവ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മള് സ്വാലിഹാവാന്നുള്ളത് അല്ലെങ്കിൽ മുത്തഖിയാവാന്നുള്ളത് ഇതിനൊക്കെ ഒഴിവാക്കുക, ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അതിനെ മതാ എന്ന് വിളിക്കുന്നത്. നമുക്ക് ആവശ്യമാണ്, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഉള്ള കാര്യങ്ങൾ സമ്പാദിക്കാൻ ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇതൊക്കെ എന്താണ്? താൽക്കാലികമാണ്. എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് ഇരിക്കും. ഓക്കെ, അള്ളാഹ് തന്ന ഈ ഓരോ കാര്യങ്ങളും ഇതെപ്പോഴാണ് അള്ളാഹു നമ്മളിൽ നിന്ന് എടുക്കാന്ന് നമുക്കറിയില്ല. നമ്മളെ എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുക്കാന്ന് നമുക്കറിയില്ല. അപ്പൊ അതിന്റെ മുമ്പേ അള്ളാഹു തന്ന ഈ ഓരോന്ന് ഉപയോഗിച്ചിട്ടും നമ്മൾ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു തുടങ്ങിയേ മതിയാവും. ഓക്കെ, ബുദ്ധിയുള്ളവര് എന്താ ചെയ്യുക? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അള്ളാഹിന്റെ അതൃപ്തിക്ക് വേണ്ടിയിട്ട് ഒന്നിനെയും നമ്മൾ, ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കൂല, അള്ളാഹിന്റെ തൃപ്തിക്ക് ഉപയോഗിക്കുള്ളൂ അല്ലെ. അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ എല്ലാ മതാഴിനെയും ഉപയോഗിക്കുള്ളൂ. ഖാറൂന്റെ അടുത്ത് പറയുന്നുണ്ട് സൂറ ഖസസില് 77-ാമത്തെ ആയത്തില്, വബ്തഗി ഫീമ ആതാക അല്ലാഹുദ്ദാർ, അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക ഭവനം തേടുക. സുബ്ഹാനല്ലാഹ്. നിനക്ക് തന്നതിലൂടെ വേണം നീ നേടാൻ അല്ലെ. പലർക്കും ഇല്ലാത്തത് കിട്ടിയിരുന്നെങ്കിൽ പരലോകം ഉണ്ടാക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം വേറെ ഉണ്ട് അല്ലെ. എനിക്ക് അതും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അത് ഉപയോഗിച്ച് അങ്ങനെ മലർത്തിക്കളയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് നമുക്കിപ്പോ എന്താണോ തന്നത്, അതെന്താണെങ്കിലും ഓക്കെ, തന്ന സമ്പത്തും തന്ന മക്കളും തന്ന ഇണകളും തന്ന കാറും തന്ന അറിവും വെച്ചിട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹ് നമുക്ക് അധികം വേണ്ടിയതാണെങ്കിൽ അള്ളാഹു എത്തിച്ചോളും. ഓക്കെ, അപ്പം അള്ളാഹ് നിനക്ക് നൽകിയതിലൂടെ നീ പരലോക ഭവനം നേടുക. അതേസമയം വലാ തൻസ നസീബക മിനദ് ദുനിയ, നീ ഐഹികത്തിൽ നിന്നുള്ള നിന്റെ ഓഹരി മറന്നും പോകരുത് അല്ലെ. നിനക്ക് അതിനൊരു ഹക്കുണ്ട്, ഐഹികത്തിൽ നിനക്ക് തന്നതിലല്ലേ. അതിനകത്ത് അതിൽ നിന്ന് നിന്റെ ആവശ്യങ്ങൾ നിറവേറാന്നുള്ളതും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താന്നുള്ളതും ഒക്കെ ഉണ്ട്. അത് മറന്നും പോകരുത്. ദുനിയാവ് ഒന്നും വേണ്ടാന്നും വിചാരിച്ചിട്ട് അള്ളാഹിന്റെ ഹിക്മത്ത് അപ്പൊ എന്തായില്ലേ. ദുനിയാവിൽ അള്ളാഹു നമുക്ക് ഓരോന്നും തന്നത് നിങ്ങൾ ഇത് ഉപയോഗിച്ച് ആഖിറത്ത് നേടുന്ന് പറയുമ്പോൾ എനിക്ക് ദുനിയാവത്തെ ഒന്നും വേണ്ടാന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ ഹിക്മത്തിന് അവിടെ സ്ഥാനം ഇല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്താ ബാലൻസ്? ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ഉപയോഗിക്കുക, അതേപോലെ ആഖിറത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓരോന്നും നമുക്ക് ഭാരമാകും. ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മളൊക്കെ ജീവിതത്തില് പല പല വിഷമങ്ങളുണ്ടല്ലോ. ഓരോരുത്തരുടെ ജീവിതത്തിലും പല വിഷമങ്ങളുണ്ട്. ഓരോരുത്തരും അവനവന്റെ ഓരോ വിഷമങ്ങളെ മാറ്റി നിർത്തി ഒന്ന് ആലോചിക്കുക. ഇന്ന കാര്യം എനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇഹലോകത്തിന് വേണ്ടിയിട്ടോ പരലോകത്തിന് വേണ്ടിയിട്ടോ? നമ്മൾ ആ പറഞ്ഞ 3 കുതിരകളുടെ കാര്യം അല്ലെ, വിസ്റായി മാറും നമുക്ക്. നമ്മളത് ആഹ്റത്തിന് വേണ്ടിയല്ല, ദുനിയാവിൽ എനിക്ക് സന്തോഷം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ ഓരോരുത്തരെയും ഓരോ സംഭവങ്ങളെയും ഓരോന്നിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്? അത് നമുക്ക് വിസ്റായിട്ട് മാറും, നമുക്ക് ഭാരമായിട്ട് മാറും. അതേസമയം നമ്മൾ ആഹ്റത്തിന് വേണ്ടിയാണെങ്കിൽ ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, നമുക്ക് ഇതിൽ നിന്നൊക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റും. ശരിക്കും സന്തോഷം കണ്ടെത്താൻ പറ്റും.
സൂറത്ത് മുനാഫിഖൂനിൽ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. വിശ്വസിച്ചവരെ, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടാതിരിക്കട്ടെ. അതിനകത്ത് ലോസ്റ്റ് ആയി പോകട്ടെ അല്ലെ. അള്ളാന്റെ റിമെമ്പറൻസിൽ നിന്ന് മാറിപ്പോണ്ട. എല്ലാത്തിനെയും അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എല്ലാത്തിനെയും പരലോകത്തെ ഭാവന നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ആവശ്യമുള്ള അത്രയും ഇൻവോൾവ്മെന്റ് മതി എല്ലാ കാര്യത്തിലും. അതന്നെ വിചാരിച്ചിട്ട് തലകുത്തി അതിനകത്തൊന്നും കിടന്ന് മറിയണ്ട. ആക്കി അള്ളാഹ് ചെയ്യാനുള്ളത് അള്ളാഹ് ചെയ്തോളും. സുബ്ഹാനല്ലാഹ്. ആണ് അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക അല്ലെ. നമ്മൾ അടുക്കളയിൽ ചെന്നിട്ട് ഒരു നല്ല കത്തി കണ്ടു കഴിഞ്ഞാൽ ഈ കത്തി അടിപൊളിയാണല്ലോ വെച്ചാൽ കത്തി തന്നെ നോക്കി അടുക്കളയിൽ നമ്മൾ നിൽക്കൂല അല്ലെ. എത്ര നല്ല കത്തിയാണെങ്കിലും അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ അതിനെ കഴുകി അതിന്റെ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരും അല്ലെ. അപ്പൊ ഇതൊക്കെ ആണ്. ഈ തന്ന എല്ലാ കാര്യങ്ങളും ആണ്. അതിനെ കുറിച്ച് തന്നെ ആലോചിച്ച് അതെന്താവും, ഇതെന്താവും, അവരെന്താവും, മക്കളെന്താവും, ഇണാളെന്താവും, സ്വത്തെന്താവും, അതുണ്ടാക്കണ്ടേ, ഇതുണ്ടാക്കണ്ടേ, ആവശ്യത്തിന് ഉപയോഗിക്കുക, ഉള്ളത് ഉപയോഗിക്കുക. എന്നിട്ട് ബാക്കി നമ്മളെ മെയിൻ പേർപ്പസ് എന്താണോ അതിലേക്ക് ഓടിയെടുക്കുക. ഓക്കെ. അപ്പം ഇതൊക്കെ ആണ്, ഇതൊക്കെ ഷഹവാത്താണ്. നമ്മളിതിലേക്ക് വലിച്ചടിപ്പിക്കും, അട്രാക്ട് ചെയ്യും എല്ലാ സമയവും അല്ലെ. ഒരു നല്ല കാർ കാണുമ്പോൾ അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഒരു നല്ല വീട് കാണുമ്പോൾ ആ ഇന്റീരിയർ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെ. ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ ആ സാധനം കൂടെ എനിക്ക് വാങ്ങാൻ പറ്റുന്നെങ്കിൽ, ഈ സാധനം നല്ല ഓഫറാണ്, നമുക്ക് അങ്ങനെ പലതും തോന്നും, അത് വേണമെന്ന് തോന്നും. സുബ്ഹാനല്ലാഹ്. അപ്പം ആവശ്യത്തിനുള്ളത് വാങ്ങുക, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ ഒരു അട്രാക്ഷൻ അള്ളാഹു തന്നെ നമ്മളെ ഹൃദയത്തിൽ ഇട്ടതാണ്. പക്ഷെ അതിന്റെ പിന്നാലെ ഓടലും അതിന് വേണ്ടിയുള്ള ആക്ഷൻസും നമ്മൾ ഇന്നലെ കണ്ടു ശൈത്താൻ ഇട്ടിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ ഈ 2 മാഗ്നറ്റ് വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അതിനെ എങ്ങാനും അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് കളയും അല്ലെ. അതുപോലെയാണ് നമ്മളും ഈ പറഞ്ഞ എല്ലാ ഹുബ്ബു ഷഹവാത്തുകളും. എന്തിന്റെങ്കിലും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് കളയും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു സേഫ് ഡിസ്റ്റൻസിലെ നമ്മളെ വലിച്ചൊന്നിത്തിരി പുറകോട്ട് വെക്കണം. എങ്ങോട്ട്? അള്ളാഹുവിന്റെ അടുത്തേക്ക്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അത് ഉപയോഗിച്ചിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അള്ളാഹ് വിളിക്കുന്നതിലേക്ക് പോവാൻ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഒരു വടംവലിയാണ് ജീവിതം മുഴുവനും. ഒരു സൈഡിൽ നിന്നും ദുനിയാവ് നമ്മളെ പിടിച്ചു വലിക്കും, ദുനിയാവിലെ മത്താകളും ഹുബ്ബു ഷഹവാത്തുകളും. അതർ സൈഡിൽ നിന്നും ആഹ്റത്തിന്റെ ചിന്തകളും. കാരണം നമ്മുടെ ഉള്ളിൽ അത് ഉള്ളത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇട്ട് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അത് നമ്മളെ ഇപ്പുറത്തേക്കും പിടിച്ചു വലിക്കും അല്ലേ. മിക്ക ദിവസങ്ങളിലും നമ്മുടെ നഫ്സ്, നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ ഇതന്നെ ഈ ബേജാറ് തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലും അല്ലെ, 2 സൈഡിലും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഈ നഫ്സിനോടുള്ള കോൺസ്റ്റന്റ് ഫൈറ്റിലാണ് നമ്മളെല്ലാവരും. നമ്മൾ ശരിക്കും ബിസി ആയിരിക്കണം. ശരിക്കും നമ്മൾ നെഫ്സിനോടുള്ള ഈ ഫൈറ്റിലാവുമ്പോണ്ടല്ലോ, ദുനിയാവിലേക്കുള്ള അട്രാക്ഷനിൽ നിന്ന് അള്ളാഹുലേക്ക് നമ്മൾ ഓടി അടുക്കാൻ വേണ്ടിയിട്ട് ഈ ടഗ് ഓഫ് വാർ മനസ്സിൽ കാണാം, വടംവലി മനസ്സിൽ കാണാം, അല്ലെങ്കിൽ ഈ 2 കാന്തം മനസ്സിൽ കാണാം. ലൈക്ക് അതിനെ ഒന്നിച്ചു കൊണ്ടുവന്ന് അതിനെ പിടിച്ചു വലിക്കാനുള്ള ഫോഴ്സ് എത്ര വേണമെന്ന്. അതേപോലത്തെ ഒരു ഫോഴ്സ്, അതേപോലത്തെ ഒരു ഫൈറ്റിലാണ് നമ്മളെല്ലാവരും. സത്യം പറയുകയാണെങ്കിൽ നമ്മളെ നഫ്സിന്റെ ജിഹാദുകൾ സീരിയസ് ആയിട്ട് നടക്കുമ്പോണ്ടല്ലോ, നമുക്ക് പുറത്തുള്ള ഫൈറ്റിനൊന്നും സമയം ഉണ്ടാവില്ല. ഈവൻ മറ്റുള്ളവരെ നമ്മളടുത്ത് ഫൈറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാലും നമുക്കതൊരു നിസ്സാരം അല്ലേ. അവരിതിലേക്ക് എത്താത്തവരാണ് പാവങ്ങൾ. നമുക്ക് സിമ്പതി തോന്നും അവരുടെ അടുത്ത്. നമ്മളടുത്ത് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞും അല്ലെ, തർക്കിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പാവങ്ങൾ നമുക്ക് സിമ്പതിയാ തോന്നാ ശരിക്കും. കാരണം നമ്മൾ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ നഫ്സിന്റെ ജിഹാദിൽ പെട്ട് കിടക്കുകയാണല്ലേ. ഓരോ ദിവസവും ഓരോ നിമിഷവും റബ്ബേ നിന്റെ അടുത്തേക്ക് വലിഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോഴും ഇപ്പുറത്തുനിന്ന് ദുനിയാവ്, എന്റെ നഫ്സ്, പല കാര്യങ്ങളും എന്നെ ഇങ്ങോട്ട് വലിക്കുന്ന റബ്ബേ. ഓരോ തവണ എഫേർട്ട് എടുത്ത് ശ്രമിച്ച് നിന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കുമ്പോഴും പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും റബ്ബേ എന്നെ പുറകോട്ട് വലിക്കുക. അപ്പൊ എന്താ ഒരു വഴി? സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഫൈറ്റിലാണ് നമ്മളെല്ലാവരും. ഈ ഒരു ഫൈറ്റിലായിരിക്കണം. ഹുബ്ബു ഷഹവാത്ത് യെസ് അള്ളാഹ് ഇട്ട് തന്നതാണ്. പക്ഷെ അതിനെ നമ്മൾ മാനേജ് ചെയ്യണം. അത് നമ്മൾ മെല്ലെ മെല്ലെ ഇബാദത്തുകളിലൂടെ, നമ്മുടെ ശ്രമങ്ങളിലൂടെ, അറിവിലൂടെ, അമലാക്കുന്നതിലൂടെ മാറി 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 അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം വന്നെത്തുന്നത് വരെ, മരണം വരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിയുള്ള അവസ്ഥയിൽ, ഏറ്റവും തൃപ്തിയുള്ള അടിമയായിട്ട് റബ്ബിലേക്ക് മടങ്ങി ചെല്ലാനുള്ള തൗഫീഖ്. മരണം വരെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ നഫ്സിനെ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി, വലിച്ചടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഓഡ്സിനെതിരെയും, ഏത് പ്രയാസങ്ങൾക്കെതിരെയും, ഏത്
ഷഹവാത്തുകൾക്കെതിരെയും ഇബ്ലീസിന്റെ ഏത് വസ്വസകൾക്കെതിരെയും ഫൈറ്റ് ചെയ്ത് അള്ളാഹുലേക്ക് വലിച്ചടുപ്പിക്കുന്ന നഫ്സുകൾ, അത് അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിയുള്ള അവസ്ഥയിൽ അള്ളാഹുലേക്ക് മടങ്ങുന്നവരായിട്ട്, അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നവരായിട്ട്, ജഡ്ജ്മെന്റ് മാറ്റി നിർത്തി എല്ലാവരും എന്നെ പോലെ തന്നെ അതേ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് സഹായത്തിന്റെ കൈയും കൂടെ നീട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ. അതുപോലെ നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك الرحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.